ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദിരമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരിക പൈതൽ താനും വന്ദിച്ചു വന്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിന കൈലാസാചലേ സൂര്യകോടി ശോഭിതേ വിമലാലയേ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ടം ഹാലലോചനം മുനിസിദ്ധ ദേവാദിസേവ്യം നീലലോഹിതം നിജഭർത്താരം വിശ്വേശ്വരം വന്ദിച്ചു വാമോത്സംഗേ വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ സർവാത്മാവായ നാഥ പരമേശ്വര പോറ്റി സർവലോകവാസ സർവേശ്വര മഹേശ്വര സർവശങ്കര ശരണാഗത ജനപ്രിയ സർവദേവേശ ജഗന്നായക കാരുണ്യാബ്ദേ അത്യന്തം രഹസ്യമാം വസ്തുവന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തിവിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്ക് ഉപദേശം ചെയ്തിടുമെന്നു കേൾപ്പൂ. ആകയാൽ ഞാനുണ്ടൊന്നു നിന്തിരുവടി തന്നോ നാഗാംശ പരവശ ചേതസ ചോദിക്കുന്നു. കാരുണ്യമെന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വം ഉപദേശിച്ചിടണം. തത്വഭേദങ്ങൾ വിജ്ഞാനജ്ഞാന വൈരാഗ്യാദി ഭക്തിലക്ഷണം സാഖ്യയോഗ ഭേദാദികളും ക്ഷേത്രോപവാസഫലം യാഗാദി കർമ്മഫലം തീർത്ഥസ്നാനാദിഫലം ദാനധർമാദിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോട് ഒന്നൊഴിയാതെ വണ്ണം നിന്തിരുവടി അരുൾ ചെയ്ത് കേട്ടതുമൂലം സന്തോഷമകതാരിൽ ഏറ്റവും ഉണ്ടായി വന്നു. ശ്രീരാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ ശ്രീരാമഭദ്ര ജയ. ഗുഡ് മോർണിംഗ്. മോർണിംഗ് വൈബ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പം കർക്കിടക മാസമായതുകൊണ്ട് നമ്മൾ അല്പം ഭക്തി സാന്ദ്രമായിട്ടാണ് നമ്മുടെ ദിവസം തുടങ്ങുന്നത്. എന്തായാലും പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ തന്നെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ മോർണിംഗ് വൈബ്സ് ഇനിയൊരു 1.5 മണിക്കൂർ ആരംഭിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം മഴ ഇങ്ങനെ ശക്തമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വടക്കൻ കേരളത്തിൽ ഇന്നും അതിശക്ത മഴ പെയ്യുമെന്നാണ് പ്രവചനമുള്ളത്. ഇന്ന് 10 ജില്ലകളിലാണ് കേട്ടോ ഓറഞ്ച് അലർട്ട് ഉള്ളത്. കോഴിക്കോട് മുതൽ
കോട്ടയം വരെയുള്ള 10 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ യെല്ലോ അലർട്ട് മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. പക്ഷേ വയനാട് ജില്ലയ്ക്ക് മാത്രമേ ഇന്ന് സ്കൂളുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുള്ളൂ. അപ്പോൾ കുട്ടികൾ അത് ശ്രദ്ധിക്കുക. പിന്നെ ഒന്ന് നമുക്കറിയാമല്ലോ, തിരുവനന്തപുരത്തെ മാലിന്യ പ്രശ്നം, അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ജോയി എന്ന ശുചീകരണ തൊഴിലാളിക്ക് ജീവൻ നഷ്ടമായതും എല്ലാം നമ്മൾ കണ്ടതാണ് ആ വാർത്തയൊക്കെ. എന്തായാലും ഒരു ജീവൻ നഷ്ടമാകുന്ന സ്ഥിതിയിലേക്ക് എത്തിയിട്ടും ഇനിയും മാലിന്യം എങ്ങനെ നീക്കം ചെയ്യണമെന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും ഇന്ന് ആമയിഴഞ്ചാൻ തോട്ടിൽ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനടിയിൽ കൂടി പോകുന്ന ഭാഗത്തെ മാലിന്യം നീക്കം ചെയ്യുന്നത് ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരുകയാണ്. അത് ഒരു പ്രധാനപ്പെട്ട വാർത്തയായി നമുക്ക് മുന്നിലുണ്ട്. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് എത്തണം. പിന്നെ ഏറെ പ്രധാനപ്പെട്ടത്, ഇന്നത്തെ വാർത്തയുടെ ഒരു ശ്രദ്ധാകേന്ദ്രം ഉറപ്പായും പുതുപ്പള്ളിയായിരിക്കും. നമ്മുടെ മുൻ മുഖ്യമന്ത്രിയും രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെയും പ്രിയപ്പെട്ട നേതാവുമായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയുടെ 1-ാം ചരമവാർഷികമാണ്. ആൾക്കൂട്ടമില്ലാതെ പുതുപ്പള്ളിയിലെ ആ വീട് ഉറങ്ങിയിട്ട് ഇന്ന് 1 വർഷമാകുന്നു. വിവിധ തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞിനെ നാട് ഓർമ്മിക്കുന്നത്. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ അനുസ്മരണ പരിപാടിയുമുണ്ട്. നമുക്കപ്പോൾ പുതുപ്പള്ളിയിലേക്ക് പോകണം, അതിന്റെ വിശദാംശങ്ങൾ നോക്കണം. അതിനു മുൻപ് നമുക്ക് മാലിന്യ വിഷയത്തിൽ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് നടക്കാൻ പോകുന്ന യോഗത്തിന്റെ വിശദാംശങ്ങളിലേക്ക് ആദ്യം കടക്കാം. അപ്പോൾ ആമയിഴഞ്ചാൻ തോട്ടിൽ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ അടിയിൽ കൂടി പോകുന്ന ഭാഗത്തെ മാലിന്യം നീക്കം ചെയ്യുന്നത് ചർച്ച ചെയ്യാനാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേരുക. ടണൽ ശുചീകരണം അടക്കമുള്ള കാര്യങ്ങളിൽ നിർണായക ചർച്ചകൾ ഇന്ന് നടക്കും. രാവിലെ 11:30 ഓൺലൈനായാണ് യോഗം നടക്കുക. തദ്ദേശ സ്വയംഭരണം, പൊതുമരാമത്ത്, തൊഴിൽ, ഭക്ഷ്യം, കായിക, റെയിൽവേ, ആരോഗ്യം, ജലവിഭവ വകുപ്പ് മന്ത്രിമാരും MLA-മാരും തിരുവനന്തപുരം മേയറും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരും റെയിൽവേ ഡിവിഷണൽ മാനേജറും യോഗത്തിലുണ്ടാകും. ഡാൻ കുര്യനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. ഡാൻ, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായുള്ള നമ്മുടെ ചർച്ചയാണ് വിഷയം, വാർത്താ കേന്ദ്രമൊക്കെ ഈ മാലിന്യ പ്രശ്നം തന്നെയാണ്. ഹൈക്കോടതി ഇടപെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെ എത്തുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിനൊരു ജീവൻ ബലി കൊടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഏറെ ദുഃഖകരമായുള്ള കാര്യം. എന്തായാലും ഈ വിവാദമായിട്ടുള്ള ആ ഒരു മേഖല, തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ അടിയിൽ കൂടി പോകുന്ന ആമയിഴഞ്ചാൻ തോടിന്റെ ഭാഗം ആര് വൃത്തിയാക്കും എന്നുള്ളതിൽ ഒരു തീരുമാനം ഇനിയും ആയിട്ടില്ല. ഇന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു യോഗം ചേരുകയാണ്. എന്തായിരിക്കും യോഗത്തിൽ ഒരു പ്രധാന വിഷയമായി, അതായത് എങ്ങനെ ഈ ഒരു മാലിന്യം നീക്കം ചെയ്യണം എന്ന ആലോചന, പ്രാഥമികമായി എന്തെങ്കിലും സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്? എന്താണ് പ്ലാനായി മുന്നിലുള്ളത് എന്നുള്ളത്? ഗുഡ് മോർണിംഗ് ആര്യ. നമുക്കറിയാം, ഈ സംഭവം വലിയ വിവാദമാകുകയും നഗരസഭയും അതോടൊപ്പം റെയിൽവേയും പരസ്പരം ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി വരികയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരമൊരു യോഗം വിളിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇത് റെയിൽവേയുടെ കീഴിലുള്ള സ്ഥലമായതിനാൽ അവിടെ ഇത്തരം ശുചീകരണ പ്രവർത്തനങ്ങളോ മറ്റു പ്രവർത്തനങ്ങളോ നടത്തുന്നതിന് നഗരസഭയ്ക്ക് പരിമിതിയുണ്ട് എന്ന നിലപാടിലായിരുന്നു മേയറും നഗരസഭ അധികൃതരും. അവർ ഇപ്പോഴും ആ നിലപാടിൽ തന്നെയാണ്. അവിടെ കൃത്യമായി റെയിൽവേ വ്യക്തമാക്കുന്നത് അവർക്ക് കഴിയാതിരുന്നത് കൊണ്ട് തങ്ങൾ അത് കരാറിന് നൽകുകയായിരുന്നു എന്ന ഒരു വിശദീകരണവുമായാണ് റെയിൽവേ അധികൃതർ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയത്. ഈ പശ്ചാത്തലത്തിലാണ് പ്രശ്നത്തിൽ പരിഹാരം കാണുന്നതിന് മുഖ്യമന്ത്രി അടിയന്തരമായി യോഗം ഇന്ന് വിളിച്ചിരിക്കുന്നത്. സ്വാഭാവികമായി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും പൊതുമരാമത്തിന്റെയും മറ്റ് എല്ലാ പ്രധാനപ്പെട്ട അനുബന്ധ വകുപ്പുകളുടെയും മന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കുന്നു, മേയർ പങ്കെടുക്കുന്നു. അതോടൊപ്പം റെയിൽവേ പ്രതിനിധീകരിച്ചുകൊണ്ട് റെയിൽവേ ഡിവിഷണൽ മാനേജർ കൂടി ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഓൺലൈനായിട്ടായിരിക്കും രാവിലെ 11:30 യോഗം തിരിക്കുക. സ്വാഭാവികമായി നമുക്കറിയാം, ഈ ആമയിഴഞ്ചാൻ തോടിന്റെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന്റെ അടിഭാഗത്തൂടെ പോകുന്ന ഏതാണ്ട് 117 മീറ്റർ നീളമുള്ള ഈ ടണൽ ശുചിയാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ്. അല്ലെങ്കിൽ ആ ടണലിൽ കൂടി ജോയി എന്ന ആ തൊഴിലാളി ദാരുണമായി മരണത്തിലേക്ക് ഒഴുകി നീങ്ങിയതാണ് ഇങ്ങനെയൊരു അടിയന്തരമായ യോഗത്തിലേക്ക് നയിച്ചിരിക്കുന്നത് വരെ കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. അവിടെ ഏത് തരത്തിൽ ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താം? സ്വാഭാവികമായി ഇത് വലിയ മഴക്കാലമാണ്. മാലിന്യങ്ങൾ ഓരോ ദിവസവും ആമയിഴഞ്ചാൻ തോട്ടിലൂടെ ഈ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തേക്ക് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത ആ പ്രത്യേക സ്ഥലത്തേക്ക് ഇങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് അവിടെ നിന്ന് നീക്കം ചെയ്യാതെ ഇരുന്നാൽ വീണ്ടും അത് കുമിഞ്ഞുകൂടുന്ന സാഹചര്യം വരും. അവിടെ മനുഷ്യർക്കിറങ്ങി, അതായത് നമുക്ക് കാണാൻ തന്നെ അറപ്പുള്ള ആ മാലിന്യ കൂനയ്ക്കിടയിൽ മനുഷ്യർക്കിറങ്ങി അത് വൃത്തിയാക്കേണ്ട ഗതികേടിലേക്ക് വരും. അങ്ങനെ വൃത്തിയാക്കാൻ ഇറങ്ങിയവരിൽ ഒരാളാണ് കഴിഞ്ഞ ദിവസം ദാരുണമായി
മരണത്തിലേക്ക് വഴുതി വീണത്. സ്വാഭാവികമായി അത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടി ഏത് തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കാൻ കഴിയും എന്നത് തന്നെയായിരിക്കും യോഗത്തിലെ പ്രധാനപ്പെട്ട അജണ്ട. അതോടൊപ്പം തന്നെ ഇത് വൃത്തിയാക്കുന്നത്, കാരണം ഈ റെയിൽവേയുടെ മാലിന്യം അടക്കം കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുകയാണ്. നഗരസഭ വലിയ ആരോപണം, ഗുരുതരമായ ആരോപണമാണ് കഴിഞ്ഞ ദിവസം ഉന്നയിച്ചത്. റെയിൽവേ ഈ സെപ്റ്റിക് മാലിന്യം അടക്കം എവിടെയാണ്, ഈ ട്രെയിനുകളിൽ നിന്ന് നിങ്ങളിത് എവിടെയാണ് കളയുന്നത്, അത് നിങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട്. ഇത് കൃത്യമായി ഇതിനകത്തേക്കാണ് പോകുന്നത് എന്ന വിമർശനവുമായാണ് മേയർ അടക്കം കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയത്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് ചേരുന്ന യോഗത്തിന് അത്തരമൊരു പ്രാധാന്യം കൂടിയുണ്ട്. കാരണം ഇത് പരസ്പരം പഴിചാരിക്കൊണ്ട് നിൽക്കാനുള്ള ഒരു സമയമല്ല. പൊതുസമൂഹം വലിയ തരത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അവിടെ ശാശ്വതമായ ഒരു പരിഹാരം ഈ മാലിന്യ പ്രശ്നത്തിന്, ഈ ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ പ്രശ്നത്തിന് ഉണ്ടാകേണ്ടതുണ്ട്. അതിന് റെയിൽവേയുടെ സഹകരണം ഉറപ്പുവരുത്തിക്കൊണ്ട് ഈ മാലിന്യ നീക്കം അത് സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയം. ഈ മാലിന്യം ആര് നീക്കം ചെയ്യും, ആരുടെ ഉത്തരവാദിത്തമാണ് ഇത് മാലിന്യം നീക്കം ചെയ്യേണ്ടത് എന്നുള്ള വലിയ ആലോചനയും തർക്കവും ഒക്കെ ആയിരുന്നല്ലോ നിലനിന്നിരുന്നത്. നേരത്തെ റെയിൽവേ പറഞ്ഞു, റെയിൽവേയുടെ അധീനതയിൽ വരുന്ന സ്ഥലത്ത് മാത്രം റെയിൽവേ ക്ലീൻ ചെയ്യത്തുള്ളൂ. മാത്രവുമല്ല, റെയിൽവേയുടെ ഭാഗമായിട്ട് വരുന്ന വേസ്റ്റുകളൊന്നുമല്ല എന്നുള്ളത് റെയിൽവേ DRM തന്നെ വന്ന് മാധ്യമങ്ങളെ ആ ദിവസം കണ്ട് പറഞ്ഞതുമാണ്. പക്ഷെ അതിനെതിരെ മേയർ രംഗത്ത് വരുന്നതും തെളിവ് സഹിതം നിരവധി തവണ ഇത്തരത്തിൽ ക്ലീൻ ചെയ്യണമെന്ന് റെയിൽവേയോട് ആവശ്യപ്പെട്ടു. അതിന്റെ നോട്ടീസ് സമർപ്പിച്ചതാണ്. അതിന്റെ നോട്ടീസ് സഹിതം കാണിച്ചുകൊണ്ടായിരുന്നു മേയർ ആ വിഷയത്തിൽ മറുപടി പറഞ്ഞത്. അപ്പോൾ റെയിൽവേ ആരോപിക്കുന്നത് ഇത് വിവിധ ഭാഗങ്ങളിൽ നിന്ന്, തിരുവനന്തപുരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒഴുകിയെത്തി അവിടേക്ക് അടിയുന്ന മാലിന്യമാണ്. അതുകൊണ്ട് തന്നെ റെയിൽവേക്കല്ല ഇതിന്റെ പൂർണ്ണമായും ഉത്തരവാദിത്തം ഈ മാലിന്യം നീക്കം ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ കോർപ്പറേഷൻ തന്നെ ഏറ്റെടുത്ത് ഈ മാലിന്യം നീക്കം ചെയ്യാൻ ഉള്ള ഒരു സാധ്യതയാണോ മുന്നിൽ കാണുന്നത്? വിചിത്രമായ വാദങ്ങളായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നുകൊണ്ടിരുന്നത്. കാരണം നമുക്കറിയാം, ഈ മാലിന്യങ്ങൾ നേരത്തെ ആരും സൂചിപ്പിച്ച പോലെ നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഒഴുകിയെത്തി ആമയിഴഞ്ചാൻ തോടിന്റെ റെയിൽവേ ടണലിലേക്ക് ചെന്ന് കുമിഞ്ഞുകൂടുന്ന സാഹചര്യമാണുള്ളത് എന്ന തരത്തിലുള്ള വിശദീകരണവുമായാണ് കഴിഞ്ഞ ദിവസം റെയിൽവേ രംഗത്തെത്തിയത്. അതുകൊണ്ട് തന്നെ അവർക്ക് അതിന്മേൽ ഉത്തരവാദിത്തമില്ല എന്ന തരത്തിലുള്ളൊരു നിലപാട് അവർ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. സ്വാഭാവികമായി അത് എന്തു തന്നെയായാലും യാഥാർത്ഥ്യമാണ്. കാരണം മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി ആമയിഴഞ്ചാൻ തോട്ടിലൂടെ റെയിൽവേ ടണലിലേക്ക് ഒഴുകിയെത്തുന്നു എന്നുള്ള വസ്തുതയാണ്. അത് അവിടെ നിന്ന് നീക്കം ചെയ്യേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ് എന്നതിനെ സംബന്ധിച്ചായിരുന്നു ഈ തർക്കങ്ങൾ നിലനിന്നിരുന്നത്. ആ തർക്കങ്ങൾക്ക് ഇന്നത്തെ അടിയന്തര യോഗത്തിലൂടെ കൃത്യമായൊരു പരിഹാരം ഉണ്ടാകും എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന സൂചനകൾ. അങ്ങനെയാണെങ്കിൽ റെയിൽവേയുടെ അനുഭവത്തോടെ ഒന്നെങ്കിൽ നഗരസഭ അത് വൃത്തിയാക്കുന്ന നടപടികളിലേക്ക് അടിയന്തരമായി തന്നെ കിടക്കും. അത് ഇപ്പോൾ ഈ അപകടമുണ്ടായ ഒരു പശ്ചാത്തലത്തിൽ മാത്രമല്ല, ഇനി അങ്ങോട്ട് തുടർന്നും നഗരസഭയ്ക്ക് തന്നെയായിരിക്കും അതിന് ഉത്തരവാദിത്തം. അല്ലെങ്കിൽ നഗരസഭ അതുമായി ബന്ധപ്പെട്ട റെയിൽവേ അതിന് വേണ്ടുന്ന അനുവാദം നഗരസഭയ്ക്ക് നൽകിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി ആ പ്രവർത്തികൾ സുഗമമായി എല്ലാ വർഷവും മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി റെയിൽവേ ടണലും ആമയിഴഞ്ചാൻ തോട്ട് ഒഴുകുന്ന റെയിൽവേ ടണലും വൃത്തിയാക്കുന്ന നടപടികളിലേക്ക് അവർ കടക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയുന്ന. പക്ഷേ അവിടെ റെയിൽവേ സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാകും. കാരണം ദക്ഷിണ റെയിൽവേ അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള അവർക്ക് ഒരു അംഗീകാരം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിയമപരമായിട്ടുള്ള പിന്തുണ അത് കേന്ദ്ര സർക്കാരിൽ നിന്ന് വല്ലതും ലഭിക്കേണ്ടതുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്തേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു അപകടമുണ്ടായ പശ്ചാത്തലത്തിൽ മാത്രമാണ് മറ്റ് അനുമതികൾക്കൊന്നും കാത്തു നിൽക്കാതെ ജോയിയെ തിരയുന്നതിന് വേണ്ടി ഈ ഉദ്യോഗസ്ഥരെ മുഴുവൻ, രക്ഷാപ്രവർത്തകരെ മുഴുവൻ ഈ ടണലിന്റെ ഭൂഗർഭ ഭാഗത്തേക്കൊക്കെ കയറ്റിവിടുന്ന തരത്തിലുള്ള നടപടികളിലേക്ക് നീങ്ങിയത്. പക്ഷേ വൃത്തിയാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അത്തരമൊരു അനുമതി നൽകുമോ എന്നതാണ് കാത്തിരുന്ന് കാണാനുള്ളത്. കാരണം റെയിൽവേയുടെ നമുക്കറിയാം, അവരുടെ നിയമങ്ങൾ, ചിട്ടവട്ടങ്ങൾ, അതിനൊക്കെ കൃത്യമായ മാനുവൽ ഉള്ളതാണ്. അത് പറയുന്നതനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. സ്വാഭാവികമായി റെയിൽവേ ഡിവിഷണൽ മാനേജർ ഇക്കാര്യങ്ങളൊക്കെ ഈ യോഗത്തിൽ വിശദീകരിച്ചേക്കും. എന്തായാലും പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നത് ഈ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമല്ല, പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ്. ആ പരിഹാരത്തിലുള്ള പോംവഴികൾ, കൃത്യമായ നിർദ്ദേശങ്ങൾ 11:30 ചേരുന്ന യോഗത്തിൽ ഉരുത്തിരിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇതാണ് ഒരു കാര്യം കൂടി, അതായത് ഇതിപ്പോൾ ഈ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തെ മാലിന്യം മാത്രമല്ലല്ലോ പ്രശ്നം. ഇതിപ്പോൾ നഗരം ഒന്നാകെ മാലിന്യ കൂമ്പാര ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ദൂഷ്യവശങ്ങളൊക്കെ നമ്മൾ ഈ മഴ പെയ്യുമ്പോഴൊക്കെ കാണുന്നതുമാണ്. അപ്പോൾ അതിന് ശാശ്വതമായ ഒരു പരിഹാരം വേണ്ടേ? ഇപ്പോൾ ഈ നിലവിൽ അടിയന്തരമായി ഈ ഭാഗത്തെ മാലിന്യം എങ്ങനെ നീക്കം ചെയ്യണമെന്ന് ആലോചിക്കുന്നു, അതിനുള്ള പദ്ധതി ആസൂത്രണം ചെയ്യുന്നു. അതിനപ്പുറം ശാശ്വതമായ ഒരു പരിഹാരം ഈ ഒരു വിഷയത്തിൽ വേണമല്ലോ. ഓപ്പറേഷൻ അനന്തയൊക്കെ എങ്ങും എത്താതെ പോയതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരത്തിൽ ഇങ്ങനെ ഒരു മാലിന്യ കൂമ്പാരമാകാതിരിക്കാൻ എങ്ങനെ ശാശ്വതമായി ഈ മാലിന്യ സംസ്കരണം നടത്താം എന്നൊരാലോചന കൂടി ഇന്ന് നടക്കുന്ന യോഗത്തിൽ ഉണ്ടാകുമോ?
ആര്യ പൊതുസമൂഹത്തിന്റെ കൂടി പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് മാത്രമേ അത്തരമൊരു പ്രവൃത്തി പ്രായോഗികമായി ഇത്രയും തിരക്കുള്ള ഇത്രയധികം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന തിരുവനന്തപുരം പോലൊരു നഗരത്തിൽ നടപ്പിലാക്കാൻ കഴിയുകയുള്ളൂ. കാരണം നഗരസഭയോ അല്ലെങ്കിൽ മറ്റ് തദ്ദേശ സ്വയംഭരണ വകുപ്പോ മറ്റേത് സർക്കാർ സംവിധാനങ്ങളോ ഈ മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എത്രയധികം പദ്ധതികൾ ആവിഷ്കരിച്ചാലും അതൊക്കെ പൊതുസമൂഹത്തിന്റെ പിന്തുണ ഇല്ല എങ്കിൽ അത് മുഴുവൻ കാറ്റിൽ പറത്തുന്ന സാഹചര്യമാകും. മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിന് വേണ്ടിയുള്ള വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ചിട്ടുള്ള സ്ഥലങ്ങളുടെ മുമ്പിൽ പോലും കൊണ്ട് മാധ്യമങ്ങൾ എറിഞ്ഞിട്ട് പോകുന്ന കാഴ്ചകൾ നമ്മൾ സാധാരണയായി നഗരത്തിന്റെ പല ഭാഗങ്ങളിലും കാണുന്നതാണ്. അതുകൊണ്ട് കൃത്യമായ ഒരു അവബോധം, അതായത് ഈ മാലിന്യ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പോകുന്ന വെല്ലുവിളി എന്താണ് എന്നതിനെക്കുറിച്ച് പൊതുസമൂഹത്തിന് കൃത്യമായൊരു അവബോധം നൽകിക്കൊണ്ട് അവരുടെ കൂടി പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് മാത്രമേ ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഉറവിട മാലിന്യ സംസ്കരണം പരമാവധി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വാഭാവികമായി സ്വീകരിക്കേണ്ടത് അനിവാര്യമായ ഒരു ഘട്ടമാണ്. കാരണം മഴക്കാലമാണ്, നമുക്കറിയാം സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യമുണ്ട്. കോളറയടക്കം ആശങ്കയായി നെയ്യാറ്റിൻകര ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ നഗരത്തിൽ ഇങ്ങനെ ക്രമാതീതമായി മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നത് അത് സമാനതകളില്ലാത്ത ഒരു ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്ന സാഹചര്യത്തിലേക്ക് നയിക്കുമെന്ന വിലയിരുത്തൽ ആരോഗ്യരംഗത്തു നിന്നൊക്കെ ഉയരുന്നുണ്ട്. ഇതിനിടയിലാണ് ഈ മാലിന്യ നിർമ്മാർജ്ജനം അല്ലെങ്കിൽ എങ്ങനെ മാലിന്യ നീക്കം സാധ്യമാക്കാം എന്നതിനെക്കുറിച്ചടക്കം വിശദമായ ചർച്ചകൾ ഒരു വശത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രായോഗികമായ നടപടികൾ അത് തന്നെയാണ് പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നത്. കൃത്യമായി ഇന്നത്തെ ഈ യോഗത്തിനപ്പുറം സർക്കാരിന്റെ ഒരു അടിയന്തര ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. തീർച്ചയായും ഡാൻ കുര്യനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഡാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അടിയന്തരമായ ഒരു ഇടപെടൽ, പ്രായോഗികമായ പോംവഴികൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം ഡാൻ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അതായത് ഈ മാലിന്യം സംസ്കരിക്കുന്നതിൽ നമ്മളുടെ അധികൃതർക്കും അല്ലെങ്കിൽ ആ സിസ്റ്റത്തിനും മാത്രമല്ല ഉത്തരവാദിത്തമുള്ളത്, ആ മാലിന്യം അവിടെ കൊണ്ടിടാതിരിക്കാനുള്ള ഉത്തരവാദിത്തം നമ്മൾ ഓരോ പൗരന്മാർക്കും കൂടിയുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു ബോധവൽക്കരണം കൂടി നമ്മുടെ നാട്ടിൽ നടന്നേ മതിയാവുകയുള്ളൂ. ആ ബോധവൽക്കരണം കഴിഞ്ഞതിന് ശേഷം അത്തരത്തിൽ ഉത്തരവാദിത്തത്തോടെ ഓരോ പൗരനും പെരുമാറിയാൽ മാത്രമേ നമ്മൾ ഇങ്ങനെയൊരു മാലിന്യ കൂമ്പാരത്തിനുള്ളിൽ ജീവിക്കേണ്ട ഒരു ഗതികേടിലേക്ക് എത്താതിരിക്കുകയുമുള്ളൂ. എന്തായാലും നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നത്തെ ഒരു വാർത്താ കേന്ദ്രം, ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുന്നത് സ്വാഭാവികമായും പുതുപ്പള്ളി തന്നെയായിരിക്കും. ഉമ്മൻചാണ്ടിയുടെ മരണമില്ലാത്ത ഓർമ്മകൾക്ക് ഇന്ന് ഒരാണ്ട് തികയുകയാണ്. വിശ്രമമില്ലാതെ ജനങ്ങൾക്കിടയിൽ ഓടി നടന്ന നേതാവിന് കബറിടത്തിലും തിരക്കൊഴിയുന്നില്ല. ആ കർക്കിടക രാവിലും മഴ തിമിർത്ത് പെയ്യുന്നുണ്ടായിരുന്നു പുതുപ്പള്ളിയിൽ. നേരം പുലരുമ്പോൾ കേരളത്തിനത് കണ്ണീർ മഴയായി. രാഷ്ട്രീയ കേരളത്തിന് ഉമ്മൻചാണ്ടിയെയും പുതുപ്പള്ളി ഹൗസിന് കുഞ്ഞുഞ്ഞിനെയും നഷ്ടപ്പെട്ടിട്ട് ഇന്നൊരാണ്ട്. നിത്യവിശ്രമത്തിലാണെങ്കിലും പുതുപ്പള്ളിപ്പള്ളിയിലെ കബറിടത്തിലേക്ക് ഇപ്പോഴും നിവേദനങ്ങളുമായി എത്തുന്ന സാധാരണക്കാരാണ് ഉമ്മൻചാണ്ടിയുടെ ജനകീയത എത്ര ഉയരങ്ങളിലായിരുന്നുവെന്ന് മലയാളികളെ ഓർമ്മിപ്പിക്കുന്നത്. കോൺഗ്രസ് രാഷ്ട്രീയം ഉമ്മൻചാണ്ടിക്ക് മുമ്പും ശേഷവുമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് പോലും സമാനതകളില്ലാത്ത അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം കൊണ്ടുതന്നെ. അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചവരെയും ചെറുപുഞ്ചിരി കൊണ്ട് നേരിട്ട ഉമ്മൻചാണ്ടിക്ക് ജനങ്ങൾ തന്നെയായിരുന്നു കരുത്ത്. ജനങ്ങളുടെ നടുവിൽ നിൽക്കുന്നതായിരുന്നു ഊർജം. ആഞ്ഞടിച്ച ആരോപണങ്ങൾക്ക് ജനങ്ങളുടെ കോടതി മറുപടി പറയട്ടെ എന്ന് ഉമ്മൻചാണ്ടി ആവർത്തിച്ചത് ജനമനസ്സുകളെ തൊട്ടറിഞ്ഞതിൻ്റെ മനക്കരുത്തിൽ തന്നെയായിരുന്നു. ആ കരുത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ വഴികാട്ടിയും. ബാരിക്കേഡുകൾ ഭരണാധികാരിക്കും ജനങ്ങൾക്കുമിടയിൽ തീർത്ത അകലം ജനകീയത കൊണ്ട് മറികടന്ന ജനങ്ങളുടെ നേതാവ്. പുതുപ്പള്ളി ഹൗസിൽ നിന്ന് പുതുപ്പള്ളി പള്ളിയിലേക്കുള്ള വിലാപയാത്ര മലയാളികളുടെ മനസ്സിൽ മരിക്കാത്ത ഓർമ്മയാകുന്നത് മറിയാമ്മയുടെ കുഞ്ഞുഞ്ഞിന് പകരക്കാരൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം.
ആ ദിവസം നമ്മൾ ഒരിക്കലും മറക്കില്ല. അദ്ദേഹത്തിന് വിയോഗ വാർത്ത വന്ന ദിവസം, അതിനുശേഷം വിലാപയാത്രയായി അദ്ദേഹത്തിന്റെ ഭൗതികദേഹം തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയം വരെ, പുതുപ്പള്ളി വരെ എത്തിച്ച ആ ദൂരത്തിൽ കേരളം അദ്ദേഹത്തോടൊപ്പം എങ്ങനെ ചേർന്ന് നിന്നു, അദ്ദേഹത്തെ എങ്ങനെ ഓർത്തെടുത്തു. കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ജനസഞ്ചയം നമ്മൾ ആ ദിവസം കണ്ടതാണ്. ചരിത്രത്തിൽ എന്നും എഴുതപ്പെടുന്ന, ഓർത്തിരിക്കുന്ന ഒരു ദിവസമായി അത് പിന്നീട് മാറുകയായിരുന്നു. എന്തായാലും ഉമ്മൻചാണ്ടി എന്ന നിശ്ചയദാർഢ്യമുള്ള മുഖ്യമന്ത്രിയാണ് ഓപ്പറേഷൻ അനന്ത എന്ന വിജയകരമായ പദ്ധതിയുടെ മുഖ്യ അവകാശി എന്ന് മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ ഓർത്തെടുക്കുകയാണ്. കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥരെ വിശ്വസിച്ച് അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്ന ഭരണാധികാരിയായിരുന്നു ഉമ്മൻചാണ്ടിയെന്നും ജിജി തോംസൺ ന്യൂസ് 18നോട് പറഞ്ഞു. പക്ഷേ ഇതിനെല്ലാം അടിസ്ഥാന കാരണം എന്താ? ഇതിന് ഫ്രീഡം തന്ന ഒരു മുഖ്യമന്ത്രി നമുക്കുണ്ടായിരുന്നു. എന്താ ഞങ്ങൾക്ക് അഭിപ്രായം തുറന്നു പറയാം, ഉറക്കെ പറയാം, വിമർശിക്കാം അദ്ദേഹത്തെ, ഒരു പ്രശ്നവുമില്ല. അപ്പോഴും അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറയും, അത് ഞങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം ഇങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു എന്ന് പറയും. അപ്പോൾ അദ്ദേഹം ഞങ്ങൾക്കൊരു ഫ്രീഡം തന്നിരുന്നു. ആ ഫ്രീഡം ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അന്ന് ഞാൻ ഓർക്കുന്നു, ഈ മാധ്യമങ്ങളെ സ്ഥിരം കണ്ടുകൊണ്ടിരുന്ന ഒരു ചീഫ് സെക്രട്ടറി കൂടിയാണ് താങ്കൾ. പിന്നീടുള്ള ചീഫ് സെക്രട്ടറിമാർ സിഎമ്മിനോട് തന്നെ ഞാൻ ചോദിച്ചു, അതിനുള്ള സ്വാതന്ത്ര്യം തന്നിരുന്നല്ലേ? അതെ, ഞാൻ സിഎമ്മിനോട് ചോദിച്ചു, സാർ പത്രക്കാർ വന്ന് എന്നോട് ചോദിക്കുന്നു, എനിക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടോ, ഞാൻ പറയട്ടോ അവരോട്? അപ്പോൾ എന്നോട് പറഞ്ഞു, ജിജി അത് ഒരു കുഴപ്പവുമില്ല, നിങ്ങളത് എക്സ്പ്ലെയിൻ ചെയ്തുകൊള്ളൂ. ചിലപ്പോൾ പത്രക്കാരൊക്കെ വളരെ ക്ലവറായിട്ടുള്ള ചോദ്യം ചോദിച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ ഒരു ചിരിയൊക്കെ ചിരിച്ച് അങ്ങനെ അങ്ങ് നിന്നാൽ മതി. നമുക്ക് പുതുപ്പള്ളിയിലേക്കും ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടികളുടെ വിശദാംശങ്ങളിലേക്കും ഒക്കെ മടങ്ങിയെത്താം. അതിനു മുമ്പ് നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി പരിശോധിച്ച് വരാം. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് 10 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, തിരുവനന്തപുരം ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. നാളെ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും, വയനാട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. പ്രൊഫഷണൽ കോളേജുകൾക്കുൾപ്പെടെയാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. KV ബൈജുവും ഡാനി പോളുമാണ് നമുക്കൊപ്പം വിശദാംശങ്ങളുമായി ചേരുന്നത്. ആദ്യം ഞാൻ ഡാനി പോളിലേക്ക് പോവുകയാണ്. ഡാനി, വെരി ഗുഡ് മോർണിംഗ്. മഴ ഇങ്ങനെ കനത്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കൊച്ചിയുടെ ഒരു സാഹചര്യം? ഗുഡ് മോർണിംഗ് ആര്യ. മഴ കനക്കുന്നു. കൊച്ചിയിൽ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന അതിരൂക്ഷമായ വെള്ളക്കെട്ട്, അത്തരം വിഷയങ്ങൾ സാധാരണഗതിയിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടൊക്കെ ഇതിൽ മഴയ്ക്ക് ഒരു ഇടവേള വരുന്നു എന്നത് വലിയൊരു ആശ്വാസമാണ് കൊച്ചി നഗരത്തിലെ കേന്ദ്രീകരിച്ച് പറയുമ്പോൾ. കാരണം അല്ലായെങ്കിൽ വലിയ അതിരൂക്ഷമായ വെള്ളക്കെട്ടിലേക്കെല്ലാം പോകും. ഈ മൺസൂണിൻ്റെ തുടക്കത്തിൽ, ഒപ്പം തന്നെ ഇടയ്ക്ക് വന്ന വേനൽ മഴ, ഇതിലെല്ലാം അപ്രതീക്ഷിതമായി ലഭിച്ച വലിയ മഴയിൽ നഗരത്തിലെ പല ഭാഗങ്ങളും കേന്ദ്രീകരിച്ച് വെള്ളക്കെട്ടുകൾ അതിരൂക്ഷമായിട്ടുണ്ടായിരുന്നു. പല വീടുകൾ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന അവസ്ഥ വന്നു. പക്ഷേ ഈ സമയമത്രയും അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കൊച്ചി നഗരത്തിൽ വന്നിട്ടില്ല. കാരണം ഒരു ഇടവേളകൾ ഉള്ളതുകൊണ്ട് തന്നെ വെള്ളം ഒഴുകി പോകാനായിട്ട് സമയം സാധിക്കുന്നു. ഒപ്പം തന്നെ ഓപ്പറേഷൻ വാഹിനി എന്ന പേരിൽ നടപ്പാക്കിയ പദ്ധതി, അത് പുഴകൾ കേന്ദ്രീകരിച്ച് അതിൻ്റെ തടസ്സങ്ങൾ നീക്കി ഒഴുക്ക് സുഗമമാക്കുന്ന രീതിയിലായിരുന്നു. അത് വലിയ രീതിയിൽ വിജയം കണ്ടുവന്നതിൻ്റെ ഒരു സൂചനകൾ കൂടിയാണ് ഈ വലിയ വെള്ളക്കെട്ടില്ലാതെ കടന്നു പോക്കുക എന്ന് പറയുന്നത്. പക്ഷേ അതേസമയം പെയ്യുന്ന മഴ കാര്യമായിട്ട് തന്നെ ഉണ്ട്. ഇതിൽ അണക്കെട്ടുകൾ തുറന്നതുകൊണ്ട് കൂടുതൽ വെള്ളം, അധിക വെള്ളം പെരിയാറിലേക്ക് എത്തുന്നുണ്ട്. ഭൂതത്താൻ അണക്കെട്ടിൻ്റെയും അതോടൊപ്പം തന്നെ മലങ്കര ഡാമിൻ്റെയും എല്ലാം തന്നെ അണക്കെട്ടുകൾ പൂർണ്ണമായും ഡാം ഷട്ടറുകൾ പൂർണ്ണമായും തുറന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് കൂടുതൽ വെള്ളം പെരിയാറിലേക്ക് എത്തുന്നു. ആലുവ പുഴ, ആലുവ പരിസരം കേന്ദ്രീകരിച്ചാണ് പലപ്പോഴും നമ്മളതിനെ അടയാളപ്പെടുത്തുന്നത്. ആലപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. പക്ഷേ അത് ആശങ്കാജനകമാവുന്ന രീതിയിലേക്ക് മാറിയിട്ടില്ല എന്നത് ഒരു ആശ്വാസകരമായ ഒരു വസ്തുതയാണ്. ക്ഷേത്രവും പരിസരമെല്ലാം തന്നെ വെള്ളത്തിൻ്റെ പിടിയിലാണെങ്കിൽ കൂടിയും ആ പരിസര പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് ഏലൂര് പോലുള്ള മുട്ടാർ മേഖലകളിലെല്ലാം തന്നെയും ഒരു ജാഗ്രതാ നിർദ്ദേശമുണ്ടെങ്കിൽ കൂടിയും അപകടകരമായ അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ഒരു ക്യാമ്പ് തുറക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടില്ല. പറവൂർ കുറ്റിക്കാട്ടുകരയിൽ ഒരു ക്യാമ്പ് കഴിഞ്ഞ ദിവസം വെള്ളം ഉയർന്നതിനെ തുടങ്ങിയിരുന്നു. 54 പേർ ആ ക്യാമ്പിലുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ വെള്ളം ഇറങ്ങി. അതുകൊണ്ട് ക്യാമ്പും അടച്ചിട്ടുണ്ട്. ജില്ലയിൽ വിവിധ ഇടങ്ങളിലായിട്ട്, വിവിധ താലൂക്കുകളിലായിട്ട് വീടുകൾ തകർന്നിട്ടുണ്ട്. അത് കനത്ത മഴ മാത്രമല്ല, വലിയ രീതിയിൽ കാറ്റും വീശുന്നു, മരം ഒടിഞ്ഞു വീഴുന്നു. ഇത്തരം സാഹചര്യങ്ങളിലാണ് 71ഓളം വീടുകൾക്കാണ് ഭാഗികമായിട്ട് കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ള. വിവിധ താലൂക്കുകളിലായിട്ട് 2 വീടുകൾ പൂർണ്ണമായിട്ട് തകർന്നു. നമ്മൾ ഇന്നലെ പള്ളിക്കരയിലെ ദൃശ്യങ്ങൾ കണ്ടതാണ്. പള്ളിക്കരയിൽ വലിയ രീതിയിൽ മണ്ണ് ഇടിഞ്ഞു വീണ് വീട്
തകർന്ന അവസ്ഥയുണ്ട്. അപ്പോൾ അത്തരം മേഖലകളിൽ ഈ മലയോര മേഖലകളിലേക്ക് വരുമ്പോൾ അവിടെ മണ്ണിടിച്ചിൽ ഭീഷണി കാര്യമായിട്ട് തന്നെ നിലനിൽക്കുന്നു. കാരണം മഴ തുടർച്ചയായിട്ടുള്ളൊരു മഴ പെയ്ത്ത് ഉണ്ട്. അതുകൊണ്ട് അവിടെ വെള്ളം ഇറങ്ങുന്നു, കൂടുതൽ മണ്ണിടിയാനുള്ളൊരു സാഹചര്യങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ഉള്ളൊരു സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം അടക്കം ഈ മലയോര മേഖലകളിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട്. തീരദേശ മേഖലകളിലേക്ക് വരുമ്പോൾ ഇത് തിരമാല ഉയരാനുള്ളൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. കൊച്ചിയുടെ പശ്ചിമ കൊച്ചിയുടെ തീരമേഖലകളിലെല്ലാം തന്നെ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. നമുക്കറിയാം കടലാക്രമണം രൂക്ഷമായ മേഖലകളുണ്ട്. കണ്ണമാലിയും എടവനക്കാട് വൈപ്പിൻ മേഖലകൾ പോലുള്ള തീരങ്ങൾ അവിടെയെല്ലാം തന്നെ അലയിലും അവരുടെ ദുരിതം ഒരു അളവും കുറയാതെ തന്നെ തുടരുകയാണ്. അവിടങ്ങളിൽ കൂടുതൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെയും ഏതെങ്കിലും രീതിയിലൊരു അടിയന്തര സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ നേരിടാനുള്ള ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാനടക്കമുള്ള പൂർണ്ണ സജ്ജമായ രീതിയിലേക്ക് കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. എന്തായാലും ജാഗ്രത പൊതുവിൽ തന്നെ തുടരുകയാണ്. ഇവിടെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം തന്നെ തുറന്ന് പ്രവർത്തിക്കുന്നു. മറ്റ് ഓരോ നിമിഷവും ജില്ലാ ഭരണകൂടം കാര്യങ്ങൾ വിലയിരുത്തി മുന്നോട്ട് പോവുകയാണ്. ആര്യ. തീർച്ചയായും ഡാനിയാണ് കൊച്ചിയിലെ വിവരങ്ങൾ നൽകിയത്. എന്തായാലും കുറച്ച് സർക്കാസ്റ്റിക് ആയിട്ട് പറഞ്ഞാൽ ഡാനി സൂചിപ്പിച്ചതുപോലെ തന്നെ മഴ സ്വയം ഒരു ബ്രേക്ക് എടുക്കുന്നത് കൊണ്ട് കൊച്ചിയിലെ നഗരങ്ങളൊന്നും ഇപ്പോൾ വെള്ളക്കെട്ടിലായിട്ടില്ല എന്നുള്ളതാണ് സാഹചര്യം. പക്ഷേ ജില്ലയിലെ പൊതുവായ ഒരു സാഹചര്യം പരിശോധിച്ചാൽ നിരവധി നാശനഷ്ടങ്ങൾ അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. ശക്തമായ കാറ്റടിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഒരുപാട് വീടുകൾ തകർന്ന ഒരു സാഹചര്യമുണ്ട്. മരങ്ങൾ കടപുഴകി വീഴുന്നു, ഗതാഗതം തടസ്സപ്പെടുന്നു, അത്തരത്തിൽ വൈദ്യുതി ലൈനുകൾ പൊട്ടി വീഴുന്ന സാഹചര്യം, അങ്ങനെ ഒരുപാട് മറ്റ് പ്രശ്നങ്ങൾ അവിടെയുണ്ട്. നമുക്ക് കാസർഗോട്ടേക്ക് കൂടി ഒന്ന് പോകാം. KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഗുഡ് മോർണിംഗ്. എന്തായാലും മഴയുടെ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു മഴയ്ക്ക് ഏറ്റവും കൂടുതൽ നാശം നേരിട്ട ഒരു ജില്ല കാസർഗോഡാണ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? എന്താണ് നിലവിലത്തെ ഒരു സാഹചര്യം? തീർച്ചയായും ആര്യ, ഗുഡ് മോർണിംഗ്. വടക്കൻ ജില്ലകളിൽ ഇപ്പോഴും അതിശക്തമായ മഴ തന്നെ തുടരുന്നു എന്നതാണ് ഏറെ ആശങ്കയുണ്ടാക്കുന്നത്. കഴിഞ്ഞ 4 ദിവസങ്ങളിലായി തുടർച്ചയായി പെയ്യുന്ന മഴയിൽ മിക്കയിടങ്ങളും വെള്ളത്തിനടിയിലായിരിക്കുന്നു. മാത്രമല്ല ജില്ലയിലെ മിക്ക പുഴകളും കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യമാണ്. പ്രധാനമായും മഞ്ചേശ്വരം, കുമ്പള, മധുവാഹിനി, കാര്യംകൂട് തുടങ്ങിയ പുഴകളെല്ലാം കരകവിഞ്ഞൊഴുകുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് ഈ പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒപ്പം ഈ തീരപ്രദേശങ്ങളിലും സ്ഥിതി വളരെ മോശമാണ്. വലിയ തിരമാലകളാണ്. പല സ്ഥലങ്ങളിലും കടലാക്രമണം രൂക്ഷമാണ്. നിരവധി വീടുകൾ ഇത്തരത്തിൽ അപകടാവസ്ഥയിലാണ്. ഈ പ്രദേശങ്ങളിലുള്ളവർ അടിയന്തരമായി മാറി താമസിക്കണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒരുക്കിയിട്ടുണ്ടെങ്കിലും ആരും തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറാൻ തയ്യാറാകുന്നില്ല. പലരും അവരുടെ ബന്ധുവീടുകളിലേക്കാണ് മാറി താമസിക്കുന്നത്. ഏതായാലും അത്തരത്തിൽ മാറി താമസിക്കണമെന്ന് കർശന നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ 4 ദിവസങ്ങളിലായി തുടർച്ചയായി മഴ പെയ്യുന്ന ഒരു സാഹചര്യം. മാത്രമല്ല നാളെയും മഴ തുടരും. അതിതീവ്ര മഴ ഉണ്ടാകുമെന്ന ഒരു പ്രവചനം തന്നെയാണുള്ളത്. ഏതായാലും ശക്തമായ കാറ്റും അതുപോലെ തന്നെ ഇടിയും മിന്നലിനും സാധ്യതയുണ്ടെന്ന പ്രവചനവും ഉണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രത പുലർത്തണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും അവധി നൽകിയിട്ടില്ല. പ്രധാനമായും ജില്ലാ കളക്ടർ വാർത്താക്കുറിപ്പിലൂടെ പുറത്തിറക്കിയത് പറയുന്നത് ഈ അധ്യയനം മുടങ്ങുന്നത്, തുടർച്ചയായ ദിവസങ്ങളിൽ അധ്യയനം മുടങ്ങുന്നത് സാധാരണ കുട്ടികളെ വലിയ തോതിൽ അവരുടെ പഠനത്തെ ബാധിക്കും. അതുകൊണ്ട് തന്നെ അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അതാത് പ്രദേശങ്ങളിൽ അവധി നൽകാം എന്ന ഒരു നീക്കത്തിലാണ് ജില്ലാ ഭരണകൂടം ഉള്ളത്. ഏതായാലും മലയോര മേഖലകളിൽ വലിയ തോതിൽ ഉരുൾപൊട്ടൽ അതുപോലെ തന്നെ മണ്ണിടിച്ചിൽ ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നിരവധി വീടുകൾ മരങ്ങൾ കടപുഴകി വീണ് തകർന്നിട്ടുണ്ട്. ഏതായാലും ആളപായം ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല കാസർഗോഡ് ജില്ലയിൽ എന്നത് വലിയ ആശ്വാസമാണ്. എങ്കിലും വരും ദിവസങ്ങളിലും നാളെയും ഇത്തരത്തിൽ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ പ്രധാനമായും കാസർഗോഡ് നിരവധി ടൂറിസം കേന്ദ്രങ്ങളുണ്ട്. പ്രത്യേകിച്ച് പള്ളിക്കര ബീച്ച്, അജനൂർ കൈറ്റ് ബീച്ച്, റാണിപുരം തുടങ്ങിയ പ്രദേശങ്ങൾ, ഈ മേഖലകളിലെല്ലാം തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിലക്ക് തുടരും. കഴിഞ്ഞ 3 ദിവസമായി ഈ മേഖലകൾ അടച്ചിട്ടിട്ടുണ്ട്. അതേ സാഹചര്യം ഇന്നും തുടരും. കാരണം ഈ തീരപ്രദേശങ്ങളിലാണ് മിക്ക വിനോദസഞ്ചാര മേഖലകളുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ കടൽ ആക്രമണം ഭീഷണി ഉള്ളതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിൽ തൽക്കാലം നിയന്ത്രണം തുടരുമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം
നൽകിയ മുന്നറിയിപ്പ്. അതിനൊപ്പം മംഗളൂരുവിലും അതിശക്തമായ മഴ തന്നെയാണ് തുടരുന്നത്. ഈ കൊങ്കൺ വഴിയുള്ള പല ട്രെയിനുകളും സമയം തെറ്റിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. പല ട്രെയിനുകളും റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ട്. ഏതായാലും മണ്ണിടിച്ചിൽ പല സ്ഥലങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ട്രെയിനുകൾ വൈകി ഓടുന്നു. ഈ തീരപ്രദേശങ്ങൾ, അതായത് മംഗളൂരുവിന്റെ തീരപ്രദേശങ്ങളെല്ലാം തന്നെ വലിയ തോതിലുള്ള കടലാക്രമണ ഭീഷണി നേരിടുന്നു. നഗരത്തിൽ പോലും റോഡുകളിൽ വെള്ളം കയറുന്ന സാഹചര്യമാണ്. എന്തായാലും ഏത് അടിയന്തര സാഹചര്യം നേരിടാനും ജില്ലാ ഭരണകൂടം സജ്ജമാണെന്ന് കലക്ടർ അറിയിച്ചിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളും അത്തരത്തിൽ ഒരുക്കിയിട്ടുമുണ്ട്. ആര്യ, തീർച്ചയായും KV ബൈജു ആണ് എന്തായാലും കാസർഗോട്ടെ സാഹചര്യം പറഞ്ഞത്. എന്തായാലും ബൈജു സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ്. അതായത് ഈ മഴ ഇങ്ങനെ ശക്തമായി പെയ്യുന്നുണ്ട്, പക്ഷേ എന്തുകൊണ്ടാണ് അവധി തരാത്തത് എന്നുള്ളതാണ്. പക്ഷേ ഈ നിരന്തരമായി ഇങ്ങനെ അവധി തരുന്നത് കുട്ടികളുടെ പഠനത്തെ ബാധിക്കുമെന്നുള്ളതാണ് കാസർഗോഡ് കളക്ടർ പറഞ്ഞത് എന്നുള്ളത് ബൈജു സൂചിപ്പിച്ചു. ഞാൻ ഈ കമന്റ്സ് ഒക്കെ വായിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെയും നമ്മുടെ കമന്റ് സെക്ഷനിലും ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്നത് ഇന്ന് അവധിയുണ്ടോ, എന്താ അവധി തരാത്തത്. നമ്മളിങ്ങനെ ഓരോ കമന്റിലേക്ക് പോയാൽ കണ്ണൂർ ലീവ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. കണ്ണൂർ ലീവില്ല. ബ്ലാക്ക് കിങ് ആണ് ചോദിക്കുന്നത്. ബ്ലാക്ക് കിങ്, അപ്പോൾ കണ്ണൂർ ലീവില്ല. വയനാട് ജില്ലയിൽ മാത്രമേ ഇന്നത്തെ ദിവസത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള എല്ലാ ജില്ലയിലുള്ള കുട്ടികളും കോളേജ് വിദ്യാർത്ഥികളാണെങ്കിലും സ്കൂൾ വിദ്യാർത്ഥികളാണെങ്കിലും ഒക്കെ എല്ലാവരും ഇന്ന് സ്കൂളിൽ പോകേണ്ട ദിവസം തന്നെയാണ്. അവധിയൊന്നും ഇന്നില്ല. അതേപോലെ തന്നെ അഫ്നാൻ റഹ്മാൻ ചോദിക്കുന്നുണ്ട് ലീവ് ഉണ്ടോയെന്ന്. അരുണിമ സിബി ചോദിക്കുന്നുണ്ട് കണ്ണൂർ ലീവ് ഉണ്ടോയെന്ന്. കണ്ണൂർ എന്നല്ല, വയനാട് മാത്രമേ ലീവ് ഉള്ളൂ ഇന്ന്. അതൊരിക്കൽ കൂടി പറയുകയാണ്. അതേപോലെ തന്നെ രാജ ചോദിക്കുന്നുണ്ട് ഇടുക്കിയിൽ ലീവ് ഉണ്ടോയെന്ന്. കിക്സ് എന്നാണെന്ന് തോന്നുന്നു. KICHUX. എന്തായാലും ആ ID എന്ന് ചോദിക്കുന്നുണ്ട്. തൃശ്ശൂർ ഭയങ്കര മഴയാണല്ലോ, എന്താണ് ലീവ് തരാത്തത് എന്നുള്ളത്. അതോടൊപ്പം ആദർശ് ചോദിക്കുന്നുണ്ട് ആലപ്പുഴയിൽ മഴയുണ്ട്, എന്താണ് ലീവ് തരാത്തത്. കോട്ടയത്ത് ഭയങ്കര മഴയാണെന്ന് അന്ന ജെയിംസ് പറയുന്നുണ്ട്. AJ വ്ളോഗേഴ്സ് പറയുന്നു ഗുരുവായൂർ ഭയങ്കര റെയിനാണ്, എന്തുകൊണ്ടാണ് ലീവ് തരാത്തത്. മുഹമ്മദ് അമീൻ ചോദിക്കുന്നു മലപ്പുറത്ത് എന്താണ് ലീവ് തരാത്തത്. ജയശ്രീ അയ്യർ ചോദിക്കുന്നുണ്ട് തൃശ്ശൂർ എന്താണ് ലീവ് തരാത്തത്. അപ്പം ലീവ് തരാൻ ആ കുറേ മാനദണ്ഡങ്ങൾ അവർ പരിശോധിക്കുമല്ലോ, എങ്ങനെ ലീവ് തരണം, അത്രത്തിൽ വളരെ ഗുരുതരമായ ഒരു സാഹചര്യമാണോ ഉള്ളത് എന്നൊക്കെ പരിശോധിച്ചിട്ടാണല്ലോ സ്വാഭാവികമായും കളക്ടർ അവധി പ്രഖ്യാപിക്കുക. ചിലപ്പോൾ അങ്ങനെയുള്ള മാനദണ്ഡങ്ങൾ പരിശോധിച്ചപ്പോൾ ഇന്ന് അവധി തരേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് തോന്നിക്കാണും. അതുകൊണ്ടായിരിക്കും ഇന്ന് അവധി തരാത്തത്. എന്തായാലും ഇന്ന് വയനാട് ജില്ലയിൽ മാത്രമേ അവധിയുള്ളൂ. ബാക്കി എല്ലാ ജില്ലകൾക്കും ഇന്ന് സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും ഒക്കെ പോകേണ്ട ദിവസമാണ്. അപ്പോൾ നമുക്ക് മറ്റു വാർത്തകൾ നോക്കാം ഇടവേളയ്ക്ക് ശേഷം. മിക്ക പുഴകളും മോർണിംഗ് വൈബ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ വീണ്ടും പുതുപ്പള്ളിയിലേക്ക് പോവുകയാണ്. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മയ്ക്ക് ഇന്ന് ഒരാണ്ട്. വിവിധ തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞിനെ നാട് ഓർമ്മിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന ഉമ്മൻചാണ്ടി ഇപ്പോഴും നികത്താനാകാത്ത വിടവാണ് നമുക്കറിയാം. വിവരങ്ങളുമായി ടോം കുര്യാക്കോസ് ചേരുകയാണ് പുതുപ്പള്ളിയിൽ നിന്ന്. ടോം, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാളായിരുന്നു, ഒരു വ്യക്തിയായിരുന്നു, ഒരു നേതാവായിരുന്നു. ആ നേതാവ് ഇല്ലാണ്ടായിട്ട് ഒരു വർഷം തികയുകയാണ്. ഇപ്പോഴും ആ ഒരു വേദനയിൽ നിന്ന് കേരളം മുക്തമായിട്ടില്ല എന്ന് തന്നെ പറയാം. ഇന്ന് വിവിധ പരിപാടികളുമായി കുഞ്ഞുഞ്ഞിനെ ഓർമ്മിക്കുകയാണ് നാട്. എന്തൊക്കെയാണ് പരിപാടികൾ? പള്ളിയിൽ പ്രത്യേക പ്രാർത്ഥനയുണ്ടല്ലേ? ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ പുതുപ്പള്ളിയുടെ സ്വന്തം ഉമ്മൻചാണ്ടി, കേരളത്തിന്റെ പ്രിയങ്കരനായ നേതാവ് വിട പറഞ്ഞിട്ട് കൃത്യം ഒരു വർഷം പൂർത്തിയാകുമ്പോൾ ഇന്നും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഈ പുതുപ്പള്ളിയുടെ മണ്ണിൽ, ഈ പള്ളിയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നമുക്ക് ഇന്ന് കാണാൻ കഴിയും. ഞാനിപ്പോൾ നിൽക്കുന്നത് ഉമ്മൻചാണ്ടി അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ പുതുപ്പള്ളി പള്ളിയുടെ തൊട്ട് സമീപത്ത് ചേർന്നുള്ള അദ്ദേഹത്തിന്റെ കബറിടത്തിലാണ്. ഇപ്പോൾ പ്രാർത്ഥനാ ശുശ്രൂഷകൾ രാവിലെ 7 മണിക്ക് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ 7 മണിക്ക് കോട്ടയം ഭദ്രാസനാധിപൻ, ഓർത്തഡോക്സ് സഭയുടെ കോട്ടയം ഭദ്രാസനാധിപൻ യുഹാനന്മാർ ദിയോസ്കോറസ്, അങ്കമാലി ഭദ്രാസനാധിപൻ യുഹാനന്മാർ പോളികാർപ്പോസ് തുടങ്ങിയ മെത്രാപ്പോലിത്തമാരുടെ കാർമ്മികത്വത്തിലാണ് പ്രാർത്ഥനാ ശുശ്രൂഷ ചടങ്ങുകൾ പുതുപ്പള്ളി പള്ളിയിൽ നടക്കുന്നത്. കൃത്യം 7 മണിക്ക് അതിന്റെ കുർബാനയും അതിനോടനുബന്ധിച്ചാണ് മറ്റ് പ്രാർത്ഥനാ ശുശ്രൂഷകൾ. ഉമ്മൻചാണ്ടിയുടെ കബറിടത്തിൽ രാവിലെ 6 മണി മുതൽ തന്നെ നിരവധി അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്ന പ്രിയങ്കരനായ ഉമ്മൻചാണ്ടിയെ സ്നേഹിച്ചിരുന്ന ആളുകൾ, കോൺഗ്രസ് നേതാക്കൾ മാത്രമല്ല, അദ്ദേഹത്തോട് ഏറെ ഇഷ്ടമുണ്ടായിരുന്ന, അദ്ദേഹവുമായി വലിയ വ്യക്തിബന്ധമുണ്ടായിരുന്ന ആളുകളെല്ലാം ഇവിടെ രാവിലെ മുതൽ തന്നെ ഒഴുകിയെത്തുന്നുണ്ട്. രാവിലെ ഈ 7 മണിക്ക് തുടങ്ങിയ പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് ശേഷം 8 മണിയോട് 8:15 കൂടിയാണ് ഉമ്മൻചാണ്ടി കബറിടത്തിലെ പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടക്കുന്നത്. അതിനുശേഷം
രാവിലെ 10 മണിക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പൊതുസമ്മേളനം, അദ്ദേഹത്തിന്റെ അനുസ്മരിച്ചുകൊണ്ടുള്ള പൊതുസമ്മേളനം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും. സമൂഹത്തിലെ വിവിധ ആളുകൾ, വിവിധ മേഖലകളിലുള്ളവർ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ അടക്കം ഈ അദ്ദേഹത്തിന്റെ ഈ ഓർമ്മ ദിനത്തിൽ പുതുപ്പള്ളിയിലേക്ക് ഒഴുകിയെത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യുന്ന അനുസ്മരണ സമ്മേളനത്തിൽ ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ, അതോടൊപ്പം സീറോ മലബാർ സഭയുടെ അധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ തുടങ്ങിയ മെത്രാപ്പൊലിത്തമാരും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്, അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ രാവിലെ മുതൽ തന്നെ നിരവധി ആളുകളാണ്, കോൺഗ്രസ് പ്രവർത്തകരാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള നിരവധി ഓർമ്മകൾ ഇവർക്ക് ഓരോരുത്തർക്കും പങ്കുവയ്ക്കാനുണ്ടാകും. എവിടെ നിന്നാ വരുന്നത്? മണ്ണർകാട്. ഉമ്മൻചാണ്ടിയുടെ എന്ത് ഓർമ്മകൾ? ഇപ്പൊ ഉമ്മൻചാണ്ടി 1 വർഷമായി ഉമ്മൻചാണ്ടി വിട പറഞ്ഞിട്ട്. അപ്പൊ എന്താ എല്ലാം ഇവിടെ വന്ന് കണ്ടു, ഞങ്ങൾക്കെല്ലാം നല്ല ഉപകാരമുള്ള ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെ ഉമ്മൻചാണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്ത അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഓർക്കാൻ? ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, എങ്കിലും ഞങ്ങൾക്കെല്ലാം ഭയങ്കര കാര്യവും. ഞങ്ങളുടെ ഈ കൊറോണ സമയത്ത് ഞങ്ങളുടെയൊക്കെ വീടുകളെല്ലാം സന്ദർശിക്കുകയും പിള്ളേർക്കെല്ലാം, ഞങ്ങളുടെ പിള്ളേർക്കെല്ലാം സഹായങ്ങളൊക്കെ ഒത്തിരി ചെയ്തിട്ടുണ്ട്. പോണും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്റെ മകന്റെ ഭാര്യ മേലാതെ കിടന്നപ്പം അവർക്ക് സഹായം ചെയ്തിട്ടുണ്ട്. മെഡിസിറ്റി കിടന്നപ്പോ. അമ്മ എവിടുന്നാ വരുന്നേ? ഞങ്ങൾ എന്റെ മോളായത്. ഞങ്ങൾ മൺകാട്ടതാണ്. ഞങ്ങൾ ഇവിടെ വന്നിട്ട് രാവിലെ ഓട്ടോ പിടിച്ചു വന്നതാ. ഉമ്മൻചാണ്ടി സാറിന് എങ്ങനെ ഓർക്കുന്നത്? ഇപ്പൊ 1 വർഷമായല്ലോ അദ്ദേഹം വിട പറഞ്ഞിട്ട്. പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാൻ നല്ലത് ഒന്നും ഇടയ്ക്ക് വരാറുണ്ട്. പള്ളിയിൽ ഇതുപോലെ വലിയൊരു ആൾക്കൂട്ടം ഉണ്ടാകാറുണ്ടല്ലേ? ഞങ്ങള് മരിച്ചു കഴിഞ്ഞു 2 ആഴ്ച കഴിഞ്ഞ് വന്നപ്പോ ഇവിടെ ഭയങ്കര ആളായിരുന്നു. ഇവിടെ എപ്പോഴും ഭയങ്കര ആളാണ്. നിങ്ങൾ വരുന്നത് അദ്ദേഹത്തോടുള്ള സ്നേഹം, അല്ലെങ്കിൽ അദ്ദേഹത്തോടുള്ള, അദ്ദേഹത്തോടും കുടുംബത്തോടുമുള്ള സ്നേഹത്തിന്റെ കൂടുതൽ. പല ആളുകളും ഇങ്ങനെ പ്രാർത്ഥന അപേക്ഷകളൊക്കെ എഴുതിയിടാറുണ്ട്. മറാട്ടുപള്ളിയിലും വരുമ്പോഴും ഞങ്ങളെല്ലാം കൊണ്ട് വർത്താനം പറയും. മറാട്ടുപള്ളി എന്നും എപ്പോഴും വരും. എല്ലാ ആവശ്യത്തിനും പുള്ളി വരുമായിരുന്നു. മറാട്ടുപള്ളി ഏത് കാര്യം ഉണ്ടെങ്കിലും പുള്ളി അവിടെ ഉണ്ട്. ആ രീതിയാണ് ഓരോരുത്തരും പങ്കുവയ്ക്കുന്നത്. അങ്ങനെ ഉമ്മൻചാണ്ടിയുള്ള സ്നേഹം പങ്കുവയ്ക്കുന്നതിന്റെ ഭാഗമായി പലരും ഇവിടേക്ക് എത്തിക്കൊണ്ടിരുന്നത്. ഉമ്മൻചാണ്ടി അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ ഖബറിടത്തിൽ പ്രാർത്ഥന ആവശ്യങ്ങളുമായി എത്തുന്നവരുണ്ട്. അങ്ങനെ നമുക്ക് കാണാൻ കഴിയും ഇവിടെയൊക്കെ ഓരോ സ്ഥലങ്ങളിൽ ഉമ്മൻചാണ്ടിയുടെ ഖബറിടത്തിലൊക്കെ പ്രാർത്ഥന ആവശ്യങ്ങൾ എഴുതിയിട്ടിരുന്ന, അല്ലെങ്കിൽ അതൊരു ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഈ മധ്യസ്ഥ പ്രാർത്ഥനകൾ എന്നൊക്കെ പറയുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ ഉമ്മൻചാണ്ടിയോട് ഈ മധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് കാര്യം നേടാൻ സാധിക്കും. കാരണം ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹം MLA ആയിരുന്ന കാലയളവിൽ, മുഖ്യമന്ത്രിയായിരുന്ന കാലയളവിൽ അദ്ദേഹത്തോട് കാര്യം ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അതെന്തും സാധിക്കുമെന്നതൊരു വിശ്വാസമായിരുന്നു. അതേ വിശ്വാസം തന്നെയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ മരണശേഷവും അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്ന ആളുകൾക്കുണ്ടായിരുന്നത്. ഉമ്മൻചാണ്ടിയുടെ കാര്യം ആവശ്യപ്പെട്ടാൽ അത് സാധിച്ചു കിട്ടും എന്നതായിരുന്നു പല ആളുകളുടെയും അനുഭവം. നിങ്ങൾക്ക് എങ്ങനെയാ ചേട്ടാ? എവിടെ നിന്നാണ് വരുന്നത്? കോഴിക്കോട് നിന്ന് വരുന്നത്. കോഴിക്കോട് നിന്ന് വരുന്നതാണ്. ഇന്നലെ പുറപ്പെട്ടു. കോൺഗ്രസ് പ്രവർത്തകരാണ്. തീർച്ചയായും. ഈ എങ്ങനെ ഉമ്മൻചാണ്ടി 1 വർഷം ആയി അദ്ദേഹം വിട പറഞ്ഞിട്ട് എങ്ങനെ ഓർക്കുന്നു? നീതിമാനായിരുന്നു ഉമ്മൻചാണ്ടി സാർ. നീതിമാനായിരുന്നു ഉമ്മൻചാണ്ടി സാർ. അങ്ങനെ ഇപ്പൊ പലർക്കും പല അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്, പല ഓർമ്മകൾ അദ്ദേഹത്തെ കുറിച്ച് പങ്കുവയ്ക്കാനുണ്ട്. നിങ്ങളുടെ ഒരു ഓർമ്മ എങ്ങനെയാണ് ഉമ്മൻചാണ്ടി ഓർക്കുന്നത്? എവിടെ കണ്ടാലും എത്രയും തൊട്ടടുത്ത് പോയി നിന്ന് സംസാരിക്കാൻ പറ്റുന്ന വളരെ നല്ല മനുഷ്യനായിരുന്നു മനുഷ്യൻ. എല്ലാം കോഴിക്കോട് നിന്ന് വരുന്നവരാണോ? ഞാൻ ഈ വാർത്താനക്കാരനാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ക്ലാസ്മേറ്റാണ് ചങ്ങനാശ്ശേരി SB കോളേജിൽ. അപ്പൊ സ്വാഭാവികമായിട്ട് വലിയ ഓർമ്മകൾ കാണുമായിരിക്കും അല്ലേ? കുട്ടിക്കാല മുതലുള്ള കാര്യങ്ങൾ. ഞങ്ങൾ 63 KS ഒരു പുള്ളി കളിക്കൽ ഞാൻ പിറകിൽ നടന്ന് ആ ഒരു പേരെങ്ങനെയാ? എന്റെ പേര് KK കുര്യൻ. എങ്ങനെ അദ്ദേഹം എത്ര നാളത്തെ അന്ന് കോളേജിൽ പഠിച്ചപ്പോഴല്ലോ ബന്ധം? 64 മുതലുള്ള ബന്ധം. മരിക്കുന്നതിന് ഒരു 6 മാസം മുമ്പ് കണ്ടതാ, പിന്നെ കണ്ടിട്ടില്ല. അതിനുശേഷം പിന്നെ അങ്ങനെ ബാംഗ്ലൂരിലായിരുന്നു, പറയാൻ പറ്റില്ല. അദ്ദേഹം മരിച്ചതിന് ശേഷം ഇനി 23ാമത്തെ പ്രാവശ്യം ഇപ്പൊ ഞാനിവിടെ വരും. ഈ ഒരു കൊല്ലത്തിന് 23 പ്രാവശ്യം. 23 തവണ വന്നിട്ട് അത്ര സ്നേഹമാണോ? അറിയാൻ പറ്റത്തില്ല. സ്നേഹം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിനും സ്നേഹിക്കാൻ മാത്രം ജീവിച്ചൊരു മനുഷ്യൻ. ഒത്തിരി എനിക്കൊരു ഉപകാരം. ഞാൻ മുഖേന ഒത്തിരി പേര് അങ്ങനെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ വിളിച്ചു പറഞ്ഞു.
എന്താവശ്യം എന്താവശ്യം വന്നാലും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ സെക്കൻഡ് കാര്യം സാധിക്കും. അങ്ങനത്തെ ഒരു വലിയ മനുഷ്യൻ ലോകത്തിൽ ഇത്രയും വലിയൊരു മനുഷ്യനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിക്കും ഈ ഉമ്മൻചാണ്ടിയുടെ ഒരു വലിപ്പം ഉമ്മൻചാണ്ടിയുടെ മരണശേഷമാണോ ശരിക്കും ബോധ്യമായത്? അത് എനിക്ക് പണ്ടേ അറിയാമായിരുന്നു. കാരണം ഞങ്ങൾ ഒന്നിച്ച് നടന്നതല്ലേ. അതുകൊണ്ട് ആ ഒരു കാര്യങ്ങൾ അറിയാമായിരുന്നു. ഒരു 100 വിഷയങ്ങളെങ്കിലും ഞാൻ പുള്ളിയുടെ മുമ്പ് നേരിട്ടും ഫോണിലും പറഞ്ഞ കാര്യങ്ങൾ സാധിച്ചു. എനിക്ക് വേണ്ടിയല്ല, എന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല, പറയേണ്ട കാര്യം വന്നിട്ടുണ്ട്. നമ്മുടെ ഏതാ ചാനല്? ന്യൂസ് 18. ചവറയുന്നു. ഇദ്ദേഹം എന്റെ വൈഫൊരു പാർട്ടി വഴക്കടന്ന് കൈയൊടിയും ആ സമയത്ത് മഞ്ചാർ വീട്ടിൽ വരികയും ചെയ്തു. മറക്കാൻ പറ്റാത്തൊരു ഓർമ്മയാണ്. കോൺഗ്രസ്സുകാരനാണോ? കോൺഗ്രസ് അതിനപ്പുറം ഈ ഒരു മാനുഷികമായിട്ടുള്ള ഒരു അടുപ്പായിരുന്നോ ഉമ്മൻചാണ്ടിയുടെ? കോൺഗ്രസ് നേതാവ് എന്ത് കാര്യം നേരിട്ട് പറയാൻ പറ്റിയ ഒരു നേതാവ്, അതാണ് ഏറ്റവും വലിയൊരു. എന്ത് കാര്യം ആവശ്യപ്പെടാൻ സാധിക്കും? കാര്യം പറ്റുമെങ്കിൽ പറ്റുമെന്ന് പറയും, പറ്റത്തില്ല പറ്റുന്നില്ല. അതാണ് അദ്ദേഹത്തിന്റെ ഒരു ഭാഗമാണ്. അത് പാവത്തുങ്ങൾക്ക് ഒരു മുൻഗണന, അതാണ് മെയിനായിട്ട്. ഇവിടെ ഇതിനു മുമ്പ് വേറെ ഈ ഉമ്മൻചാണ്ടിയുടെ മരണശേഷം ഇവിടെ വരാറുണ്ടോ? ഉണ്ട്, 2-3 മാസം മുമ്പ് എങ്ങനെയൊക്കെ ഇവിടെ വരും. കുടുംബസമേതം വരാറുണ്ട്? കുടുംബസമേതം അല്ലാതെയൊക്കെ വരാറുണ്ട് ഇവിടെ. ഇപ്പോൾ PC വിഷ്ണുനാഥ് MLA ഇപ്പോൾ ഇവിടേക്ക് എത്തുന്നതാണ്. ഉമ്മൻചാണ്ടി അദ്ദേഹം വിട പറഞ്ഞിട്ട് 1 വർഷമാകുന്നു. താങ്കളുമായിട്ട് അത്ര വ്യക്തിബന്ധമുണ്ട്. താങ്കൾ ഒരു KSU കാലഘട്ടം മുതൽ, അല്ലെങ്കിൽ താങ്കൾ ഈ രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്നൊരു നേതാവ്. അത് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ പത്നി പോലും പറഞ്ഞു അതിൽ നന്ദി ഉണ്ടായിരുന്ന ഒരേ ഒരു വ്യക്തി PC വിഷ്ണുനാഥാണെന്ന്. താങ്കൾ എങ്ങനെയാണ് ഉമ്മൻചാണ്ടി ഓർക്കുന്നത്? ഉമ്മൻചാണ്ടി സാറിന് ഒരു ദിവസത്തേക്കല്ല, സാറ് പോയിട്ട് 1 വർഷമായെങ്കിൽ പോലും ഒരു നിമിഷം പോലും മറക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഓർക്കുക എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് എല്ലാ ദിവസവും എല്ലാ സമയത്തും അദ്ദേഹത്തെ അനുസ്മരിക്കാൻ തോന്നുന്ന എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഈ കഴിഞ്ഞ 1 വർഷവും ജീവിതത്തിൽ ഉണ്ടാകുമായിരുന്നു. താങ്കളിവിടെ സൂചിപ്പിച്ചതുപോലെ എന്നെ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റാക്കിയതും 26 വയസ്സുള്ളപ്പോൾ കേരള നിയമസഭയിലെ MLA ആക്കിയതും, ഇപ്പം ഞാൻ വരുന്നത് രാവിലെ 6 മണിക്ക് MRFലെ INTUCയുടെ ഒരു അനുസ്മരണം പുലർച്ചെയുണ്ടായിരുന്നു. അതിൽ പങ്കെടുത്തിട്ടാണ്. കാരണം എനിക്ക് യാതൊരു ട്രേഡ് യൂണിയൻ എക്സ്പീരിയൻസും ഉണ്ടായിരുന്നില്ല. അപ്പോൾ MRF സാറുണ്ടാക്കിയ ഒരു യൂണിയനാണ്. അവിടെ അതിന്റെ പ്രസിഡന്റായിട്ട് അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം അതിലേക്ക് ആ ചുമതല ഏൽപ്പിച്ചതുമൊക്കെ സാറാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് രാഷ്ട്രീയ നേതാവായിരുന്നില്ല ഉമ്മൻചാണ്ടി. സാർ എൻ്റെ ഒരു രക്ഷകർത്താവായിരുന്നു. നമ്മുടെ നഷ്ടം രക്ഷകർത്താവ് ഇല്ലാതാകുമ്പോഴുണ്ടാകുന്ന ഒരു നഷ്ടവും വേദനയും ഒക്കെയാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പോയപ്പോൾ പോലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴോ നമ്മുടെ മുമ്പിൽ ആരെങ്കിലും വരുമ്പോഴോ നമ്മളിപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം, ഈ ആളോട് എങ്ങനെയായിരിക്കും ഉമ്മൻചാണ്ടിയുടെ അദ്ദേഹത്തിന്റെ മുമ്പിലെത്തിയാൽ സാർ എങ്ങനെയായിരിക്കും അതിനെ സമീപിക്കുന്നത്, എങ്ങനെയായിരിക്കും അവരുടെ കാര്യങ്ങളിൽ ഇടപെടുക, അങ്ങനെയായിരിക്കണം നമ്മളും ചെയ്യേണ്ടത് എന്നൊരു പാഠം ഒരാളുടെ അസാന്നിധ്യത്തിലും നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ഇവിടെ നോക്കൂ, ഇപ്പോൾ പോലും 1 വർഷമായി ഒരു രാഷ്ട്രീയ നേതാവിന്റെ കല്ലറ ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറുന്നത് ഒരു പക്ഷേ ലോകത്ത് ഉമ്മൻചാണ്ടി സാറിന്റെ ഈ കല്ലറയിൽ, ഈ സന്നിധിയിൽ മാത്രമായിരിക്കും. അതുകൊണ്ട് അദ്ദേഹം മരിക്കുന്നില്ല, ആ ഓർമ്മയിൽ കൂടി അദ്ദേഹം ഓരോ നിമിഷവും ജീവിക്കുകയാണ്. പക്ഷേ കേരള രാഷ്ട്രീയം അദ്ദേഹത്തെ ഈ രീതിയിലൊരു വിലമതിക്കുന്നുണ്ട്. നമുക്കറിയാം ഈ വിഴിഞ്ഞം സംഭവം ഉൾപ്പെടെ വന്നപ്പോൾ അത് മാത്രമല്ല, കോൺഗ്രസ് നേതാക്കൾ പോലും അദ്ദേഹത്തിന് ഒരു വേണ്ട രീതിയിലുള്ള ഒരു പരിഗണന നൽകിയില്ല. അദ്ദേഹത്തിന്റെ മരണശേഷം പോലും അദ്ദേഹത്തെ ഓർക്കുന്നില്ല, അദ്ദേഹത്തോട് നന്ദി കാണിക്കുന്നില്ല എന്ന് കുടുംബത്തിന് ഒരു പരാതിയുണ്ട്. അതിലൊരൊറ്റ വേറിട്ട മുഖം PC വിഷ്ണുനാഥാണെന്ന് അവർ തന്നെ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ഞാൻ ഈ കല്ലറയിൽ ഈ ദിവസം അങ്ങനത്തെ ഒരു പരാമർശവും നടത്താൻ ആഗ്രഹിക്കുന്നില്ല. കോൺഗ്രസിനും മുകളിലാണ് ഉമ്മൻചാണ്ടി എന്ന്. ഉമ്മൻചാണ്ടി കോൺഗ്രസുകാരുടെ ഒരു നേതാവായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ അവസാന യാത്ര കണ്ടവർക്കറിയാം, അദ്ദേഹം മലയാളികളുടെ ഹൃദയത്തിൽ, മലയാളികളുടെ മൊത്തം ഒരു നേതാവായിരുന്നു. തീർച്ചയായും പറയാം മറ്റൊരവസരത്തിൽ. വളരെ വ്യക്തമാണ്. PC വിഷ്ണുനാഥ് അതാണ് ഇപ്പൊ പ്രതികരിച്ച് ഉമ്മൻചാണ്ടിയെ ഓർമ്മിച്ചത്. അദ്ദേഹം പറഞ്ഞതുപോലും അത് ഒരു പരിധിവരെ അത് എത്രത്തോളം വസ്തുതയാണ് എന്ന് നമുക്ക് ഇവിടെ എത്തിയാൽ മനസ്സിലാക്കാൻ കഴിയും. കാരണം മലയാളികളുടെ മനസ്സ് കീഴടക്കിയ, അതല്ലെങ്കിൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെക്കാൾ മുകളിലാണ് ഉമ്മൻചാണ്ടി എന്ന വ്യക്തിയുടെ, ഉമ്മൻചാണ്ടി എന്ന നേതാവിന്റെ സ്ഥാനമെന്നാണ് PC വിഷ്ണുനാഥ് അദ്ദേഹത്തിന്റെ ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ചപ്പോൾ അദ്ദേഹം പങ്കുവച്ച കാര്യം. കാരണം ഉമ്മൻചാണ്ടിയും അത്ര
വ്യക്തിബന്ധമുണ്ടായിരുന്ന ആളുകൾ, നേതാക്കന്മാരിൽ പ്രധാനപ്പെട്ട ആളാണ് പി സി വിഷ്ണുനാഥ്. ഇപ്പോൾ നിരവധി ആളുകൾ, നിരവധി കോൺഗ്രസ് പ്രവർത്തകരുണ്ട്, സാധാരണക്കാരായ ജനങ്ങളുണ്ട്. പുതുപ്പള്ളിക്കാർ മാത്രമല്ല, നമുക്ക് അല്പസമയം മുമ്പ് നമ്മോട് പ്രതികരിച്ച കോഴിക്കോട് സ്വദേശികൾ പോലും, കോഴിക്കോട് നിന്ന് പോലും നിരവധി പ്രവർത്തകർ എത്തിയിട്ടുണ്ട്, സാധാരണക്കാരായ ജനങ്ങൾ എത്തിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ ഈ ഓർമ്മ ദിനത്തിൽ അദ്ദേഹവുമായിട്ടുള്ള ആ സ്നേഹം പങ്കുവയ്ക്കുന്നതിന് വേണ്ടി, അദ്ദേഹത്തിന്റെ കുടുംബത്തോടുള്ള സ്നേഹം പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. രാവിലെ 7 മണിക്ക് തന്നെ ഈ പള്ളിയിലെ, പുതുപ്പള്ളി പള്ളിയിലെ തിരുക്കർമ്മങ്ങൾ, അദ്ദേഹത്തിനുള്ള ഓർമ്മ അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മ ദിവസമായതുകൊണ്ട് തന്നെ ഇന്നത്തെ അതിന്റെ പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുകയാണ്. രാവിലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രിയപത്നി, മക്കളായിട്ടുള്ള മറിയമുമ്മൻ, അച്ചൂമ്മൻ, ചാണ്ടിയുമ്മൻ ഉൾപ്പെടെയുള്ള ആളുകളും ഇവിടെ എത്തിയിട്ടുണ്ട്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് ഓർത്തഡോക്സ് സഭയുടെ അങ്കമാലി ഭദ്രാസനാധിപൻ യുഹാനാൻ മാർ പോളികോർപ്പസ് മെത്രാപ്പൊലിത്തയാണ്. ഇതോടൊപ്പം തന്നെ കോട്ടയം ഭദ്രാസനാധിപൻ, ഓർത്തഡോക്സ് സഭയുടെ കോട്ടയം ഭദ്രാസനാധിപൻ യുഹാനാൻ മാർ ദിയസ്കോറസ് മെത്രാപ്പൊലിത്തയും ഈ പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് സഹകാർമ്മികത്വം വഹിക്കുന്നുണ്ട്. 8:15 അദ്ദേഹത്തിന്റെ കബറിടത്തിൽ പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടക്കുന്നത്. അതിനുശേഷം 10 മണിക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിന്റെ ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ പരിപാടികൾക്ക് ഉദ്ഘാടനം ചെയ്യും. മറ്റ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ആര്യ, ടോം, അതെ, അവിടെ നിന്നുള്ള കാഴ്ചകൾ നമ്മൾ കാണുകയായിരുന്നു. ടോം, നോക്കൂ, എത്രത്തോളം ആളുകളാണ് അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ നിമിഷവും. ഒരുപക്ഷെ ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പുതുപ്പള്ളിയിലെ വീടും അദ്ദേഹത്തിൻ്റെ ഓഫീസും ഒക്കെ എത്രത്തോളം ആളുകളെ കൊണ്ട് ഓരോ നിമിഷവും നിറഞ്ഞിരുന്നു. അണമുറിയാതെ ആളുകൾ അവിടേക്ക് ഓരോ പരാതിയും ആവശ്യവുമായി എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ മരണശേഷവും അദ്ദേഹത്തിൻ്റെ കബറിടത്തിലേക്ക് അത്തരത്തിൽ തന്നെ ആളുകൾ ഇങ്ങനെ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച. നേരത്തെ പി സി വിഷ്ണുനാഥ് MLA സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ മറ്റൊരു നേതാവിനെ ഓർക്കുകയും അദ്ദേഹത്തിൻ്റെ കബറിടത്തിലേക്ക് എത്തുകയും അതിനെ ഒരു ദൈവീകമായ ചൈതന്യമുള്ള ഒരു ഇടമായി ആളുകൾ കാണുകയും ചെയ്യുന്നത് ലോകത്ത് മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് സംശയമാണ്. വരുന്ന ഓരോ ആളുകൾക്കും അദ്ദേഹത്തെക്കുറിച്ച് വ്യക്തിപരമായി പറയാനുള്ള അനുഭവങ്ങളുണ്ട് എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ എത്രയോ ആളുകളോട് സംസാരിച്ചു. അപ്പോൾ അവർക്കെല്ലാം ഓരോരോ അനുഭവങ്ങളാണ്, അതും വളരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളതാണ് ടോം. അതായത് ഒരുപക്ഷെ ഒരു MLA എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്നുള്ള നിലയിലൊക്കെ ഇത്തരത്തിലുള്ള ഇടപെടൽ, ഇത്രത്തോളം പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടണം എന്നുള്ള ശാഠ്യമൊന്നും നമുക്ക് പിടിക്കാൻ കഴിയില്ല. കാരണം അങ്ങനെയല്ല ആ ഒരു സിസ്റ്റം പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഉമ്മൻചാണ്ടി എന്നുള്ള ജനകീയ നായകൻ, ആ ഒരു രാഷ്ട്രീയ നേതാവ്, അദ്ദേഹം ആ ഒരു രാഷ്ട്രീയത്തിനപ്പുറം ഓരോ ആളുകളെയും ചേർത്ത് നിർത്തിയിരുന്നു എന്നുള്ളതാണ്. രാഷ്ട്രീയം നോക്കിയല്ല അദ്ദേഹം ആരെയും സഹായിച്ചത് എന്നുള്ളതാണ്. തനിക്ക് മുന്നിലെത്തുന്ന എല്ലാവരെയും, അത് എത്രത്തോളം ചെറിയ ആവശ്യമായിരിക്കും, ചിലപ്പം ഒരു മരുന്ന് വാങ്ങാൻ ഒരു 1000 രൂപയായിരിക്കും വേണ്ടത്, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ കണ്ട ആ ഒരു അമ്മ സൂചിപ്പിച്ചതുപോലെ തന്നെ അവരുടെ ഏറ്റവും ഉറ്റവർക്ക് ഒരു ഓപ്പറേഷൻ, അതിനുള്ള ധനസഹായമായിരിക്കും വേണ്ടത്. അതൊക്കെ പോലും ചെയ്തു കൊടുക്കാൻ, അതും ആ ഒരു നിമിഷം തന്നെ എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കാൻ സാധിക്കുമോ അത്രയും പെട്ടെന്ന് തന്നെ ചെയ്തു കൊടുക്കുന്ന ഒരു നേതാവായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നും അദ്ദേഹം ഓരോ ജനങ്ങളുടെ മനസ്സിലും ജീവിക്കുന്നത് എന്നുള്ളതാണ്. അദ്ദേഹത്തെ വ്യക്തിപരമായി അറിയാത്ത ആളുകൾക്ക് പോലും ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഒക്കെയും അറിയാതെ മനസ്സിങ്ങനെ വേദനിച്ചു പോകുന്നു, അല്ലെങ്കിൽ കണ്ണ് നിറഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളതാണ്. എന്നാലും ഒരുപാട് ആളുകൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരുപാട് ആളുകൾ അവിടേക്ക് എത്തും. പലപ്പോഴും അവിടേക്ക് ഈ അദ്ദേഹത്തിൻ്റെ കബറിടം കാണാനെത്തുന്ന ആളുകൾക്ക് അതിനടുത്തേക്ക് പോലും എത്താൻ കഴിയാത്ത രീതിയിൽ വൻ തിരക്ക് അനുഭവപ്പെട്ട പല ദിവസങ്ങളുമുണ്ട്. ഇന്നും അത്തരത്തിൽ വളരെ തിരക്കേറിയ ഒരു ദിവസം തന്നെ ആയിരിക്കും അവിടം എന്നുള്ളത് തീർച്ചയാണ്. ടോം, എന്തായാലും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് തിരുവനന്തപുരം സുനിൽ വാക്സ് മ്യൂസിയത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ തുടിക്കുന്ന ഒരു വാക്സ് പ്രതിമ, മെഴുകു പ്രതിമ അനാച്ഛാദനം ചെയ്തിരുന്നു. ആ പ്രതിമ ഇന്ന് പുതുപ്പള്ളി പള്ളിയിലേക്ക് എത്തിക്കും. അവിടെ എത്തുന്ന ആളുകൾക്ക് അദ്ദേഹത്തിൻ്റെ ആ ജീവൻ തുടിക്കുന്ന പ്രതിമ കാണാൻ സാധിക്കുമെന്നുള്ളത് നേരത്തെ പറഞ്ഞിരുന്നതാണ്. അങ്ങനെ തന്നെയാണോ കാര്യങ്ങൾ? ആര്യ സൂചിപ്പിച്ചതുപോലെ ഉമ്മൻചാണ്ടിയുടെ കഴിഞ്ഞ വർഷം ഇതേ ദിവസം നമ്മൾ കണ്ടതാണ് എത്രത്തോളം ആളുകൾ, കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ മുതൽ കേരളത്തിലെ ഓരോ മനുഷ്യരും എങ്ങനെയാണ് ഉമ്മൻചാണ്ടിയെ സ്നേഹിച്ചിരുന്നത്. കാരണം ഉമ്മൻചാണ്ടി 50 വർഷത്തിലധികം
പുതുപ്പള്ളി എന്ന ഈ നാടിനെ, ഈ നിയോജക മണ്ഡലത്തെ, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഈ സ്ഥലത്തെ സ്നേഹിച്ചിരുന്നു. പക്ഷെ അതിനപ്പുറം കേരളത്തിലെ ഒരു ജനകീയ നേതാവായി അദ്ദേഹം വളർന്നു വന്ന് പിന്നീട് കേരളത്തിലെ ഓരോരുത്തരുടെയും മനസ്സ് കീഴടക്കി. അതിന് ആര്യ നേരത്തെ സൂചിപ്പിച്ചതുള്ള പല കാരണങ്ങളുണ്ട്, പല കാര്യങ്ങളുണ്ട്. കാരണം ഓരോ മനുഷ്യന്റെയും പ്രശ്നങ്ങളിൽ ഇടപെട്ട പ്രിയങ്കരനായ നേതാവ്. ഏതൊരു വ്യക്തി ഒരാവശ്യം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വന്നാലും അതെല്ലാം നിർവഹിച്ചു കൊടുത്തിരുന്ന, അവർക്ക് സാധിച്ചു കൊടുത്തിരുന്ന, ഒരാളോട് പോലും നോ പറയാത്ത ഒരു നേതാവ്. കാരണം ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാരെ എടുത്തു നോക്കിയാൽ ജനങ്ങളിൽ നിന്നും പലരും അകന്നു പോകുന്ന, അല്ലെങ്കിൽ അവർ മറ്റൊരു ഉയർന്ന സ്ഥലത്താണ് നിൽക്കുന്നതെന്നൊരു തോന്നലാണെങ്കിൽ ഉമ്മൻചാണ്ടി ജനങ്ങൾക്കിടയിൽ ജീവിച്ചിരുന്ന, പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് എന്ന് തന്നെ നമുക്ക് തുറന്നു പറയേണ്ടി വരും. അത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മരണശേഷമാണ് പലരും ഉമ്മൻചാണ്ടിയുടെ വലിപ്പം മനസ്സിലാക്കിയത്. നമുക്ക് ഇന്ന് ഇവിടെ കാണുന്ന മനുഷ്യരാണ് ഉമ്മൻചാണ്ടി ഓർമ്മയായിട്ട് 1 വർഷം പൂർത്തിയാകുമ്പോഴും രാവിലെ 6 മണി മുതൽ തന്നെ, പുലർച്ചെ മുതൽ തന്നെ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇത് ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ പരിപാടി നടക്കുന്ന ഓർത്തഡോക്സ് സഭയുടെ പുതുപ്പള്ളി പള്ളിയുടെ ഓഡിറ്റോറിയത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പള്ളിക്കുള്ളിൽ പ്രാർത്ഥനാ ശുശ്രൂഷകൾ, വിശുദ്ധ കുർബാനയും പ്രാർത്ഥനാ ശുശ്രൂഷകളും നടക്കുകയാണ്. ഇത് 10 മണിക്കാണ് ഇവിടെ അനുസ്മരണ ചടങ്ങ് നടക്കുന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരും, രാഷ്ട്രീയ നേതാക്കന്മാരും, ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്നവരൊക്കെ ഇവിടെ ഒഴുകിയെത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരുപക്ഷെ ഇവിടെ ഒരു 500ഓളം ആളുകൾക്ക് മാത്രം നിൽക്കാൻ കഴിയുന്ന സ്ഥലമായിരിക്കും. പക്ഷേ എത്രത്തോളം ജനസാഗരം എന്നിവിടെ ഒഴുകിയെത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് നമ്മൾ കഴിഞ്ഞ വർഷം ഇതേ ദിവസം കണ്ടതാണ്. നിരവധി ആളുകളായിരുന്നു, അതായത് ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടേക്ക് കഴിഞ്ഞ വർഷം എത്തി. ഞാൻ അന്ന് ഈ ഉമ്മൻചാണ്ടിയുടെ ശവസംസ്കാര ശുശ്രൂഷ ചടങ്ങിൽ അന്ന് റിപ്പോർട്ട് ചെയ്ത, ന്യൂസ് 18 വേണ്ടി അന്ന് റിപ്പോർട്ട് ചെയ്ത അതേസമയം നമുക്കിവിടെ കാലുകുത്താനിടയില്ലായിരുന്നു. അത്രയ്ക്കും ജനങ്ങളുടെ ഒരു ഒഴുക്ക്, ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്നവരുണ്ട്. അത് കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല, സാധാരണഗതിയിൽ ഏതൊരു രാഷ്ട്രീയ നേതാവ് മരിക്കുമ്പോഴും അവരുടെ പാർട്ടി പ്രവർത്തകർ വലിയ രീതിയിൽ ഇവിടെ എത്താറുണ്ട്, ഈ അന്ത്യോപചാരം അർപ്പിക്കാൻ എത്താറുണ്ട്. പക്ഷെ ഇവിടെ അതല്ലായിരുന്നു. ഒരു നിമിഷം, ഇപ്പോൾ കോട്ടയം മുൻ DCC പ്രസിഡന്റ് ഇപ്പോൾ പ്രാർത്ഥനാ ചടങ്ങുകൾ, പള്ളിക്കുള്ളിൽ പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുകയാണ്. നമുക്ക് ആ ഒരു പ്രാർത്ഥനാ ശുശ്രൂഷകളിൽ ഉമ്മൻചാണ്ടിയുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ, അതോടൊപ്പം കോൺഗ്രസ് പ്രവർത്തകരും പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയെ സ്നേഹിച്ചിരുന്നതെല്ലാം ഈ പ്രാർത്ഥനാ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നുണ്ട്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യവും ഐക്യവും അഭിവൃദ്ധിയും ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. സഹായിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. തന്മൂലം യാതിനോടും പരിശുദ്ധവുമായവരോട് നീക്കും നീ മൗലികപ്പെടുമാറാകണമേ. സത്യവിശ്വാസത്തിൽ നിലനിർത്തി ഉറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളുമായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കലഹങ്ങളിൽ നിന്നും ഉഗ്രാതന്മാരുടെ പ്രയോഗം പരിപൂർണമായ വചനം നൽകണമേ. നിന്റെ സമാധാനത്തിലും ശാന്തതയിലും കേരള
കേരള രാഷ്ട്രീയത്തിലെ പകരക്കാരനില്ലാത്ത ജനകീയ നായകൻ വിടവാങ്ങിയിട്ട് 1 വർഷമാവുകയാണ്. ഇപ്പോൾ പുതുപ്പള്ളി പള്ളിയിൽ പ്രാർത്ഥനാ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. അതിനുശേഷം ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലുള്ള അനുസ്മരണ യോഗം അവിടെ 11 മണിയോടുകൂടി ചേരും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുക. ഒരുപാട് അനവധി ആളുകളാണ് ഇന്നീ ദിവസം അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഓർമ്മ ദിനത്തിനപ്പുറം എല്ലാ ദിവസവും അവിടെ തിരക്കുള്ള ദിവസമാണ്. ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന ദിവസങ്ങളിൽ എങ്ങനെയായിരുന്നോ പുതുപ്പള്ളിയിലെ വീട്ടിലും ഓഫീസിലും ഒക്കെ ആളുകൾ എത്തിക്കൊണ്ടിരുന്നത്, അതുപോലെ തന്നെ അവിടേക്ക് ഇപ്പോഴും ആവശ്യവും പരാതിയും പരിഭവവും ഒക്കെയായി പ്രാർത്ഥനയും ഒക്കെയായി നിരവധി ആളുകൾ എത്തുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. നമുക്കറിയാവുന്ന കാര്യമാണിത്. ഇന്ന് ഒരാണ്ട് തികയുന്ന ഈ ദിവസവും ഒരുപാട് രാഷ്ട്രീയ രംഗത്തുള്ളവരും അദ്ദേഹത്തെ വ്യക്തിപരമായി അറിയാത്ത ആളുകൾ പോലും അവിടേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ വലിയ തിരക്കിലേക്ക് പുതുപ്പള്ളി ഇന്നത്തെ ദിവസം കടക്കും എന്നുള്ളത് തീർച്ചയാണ്. എന്തായാലും ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ അവിടേക്ക് എത്തുന്നുണ്ട്. ഇപ്പോൾ കുടുംബം അടക്കം ആ പ്രാർത്ഥനാ ചടങ്ങിൽ പങ്കാളിയായിക്കൊണ്ടിരിക്കുകയാണ്. ശക്തിപ്പെടുത്തണമേ. തന്മൂലം നിനക്കായി ജീവിക്കുന്നവരും നിന്റെ സന്നദ്ധിയിൽ സംരക്ഷിക്കപ്പെടുന്നവരുമായ പരിശുദ്ധന്മാർക്ക് ഞങ്ങൾ സദൃശരായി തീരണമേ. അവരോടുകൂടെ നമുക്ക് വരുന്ന മണിക്കൂറുകളിലും പുതുപ്പള്ളിയിലേക്ക് തന്നെ മടങ്ങിയെത്താം. ഇപ്പോൾ ഒരു ചെറിയ ഇടവേള. തിരികെ മോർണിംഗ് വൈബ്സിലേക്ക് എത്തുമ്പോൾ നമുക്ക് മറ്റു ചില വാർത്തകൾ കൂടി നോക്കാം. പ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ MS വല്യത്താൻ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. തിരുവനന്തപുരം ശ്രീ ചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ ആദ്യ ഡയറക്ടറാണ്. മണിപ്പാൽ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ VCയുമായിരുന്നു. ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസിന്റെ ചെയർമാനായിരുന്നു. ആയുർവേദത്തിലും ഗവേഷണം നടത്തിയിട്ടുണ്ട്. പത്മവിഭൂഷൺ ഉൾപ്പെടെ നിരവധി ബഹുമതികൾ നേടിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് BJP ആസ്ഥാനത്ത് പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തേക്കും. ഉത്തർപ്രദേശ് ഉപതെരഞ്ഞെടുപ്പിനും മഹാരാഷ്ട്രയിലും ഹരിയാനയിലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കും മുന്നോടിയായിട്ടാണ് ഇന്ന് യോഗം ചേരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിനു ശേഷം പാർട്ടി പ്രവർത്തകരുമായി പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യ കൂടിക്കാഴ്ച കൂടിയാണിത്. ഉത്തർപ്രദേശ് BJP ഘടകത്തിൽ ഭിന്നതയെന്ന വാർത്തകൾക്കിടെ യോഗി ആദിത്യനാഥിന്റെ മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കാൻ സാധ്യതയെന്ന റിപ്പോർട്ട്. പാർട്ടി സംസ്ഥാന ഘടകത്തിലും അഴിച്ചുപണികൾ ഉണ്ടായേക്കും. യോഗി ആദിത്യനാഥും ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യയും തമ്മിൽ അസ്വാരസ്യങ്ങളുണ്ട്. ഇതാണ് മാറ്റങ്ങൾക്ക് കേന്ദ്ര നേതൃത്വത്തെ പ്രേരിപ്പിച്ചതെന്നാണ് സൂചന. സംസ്ഥാനത്തെ 10 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും പുനഃസംഘടന. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സീറ്റ് 33ലേക്ക് ചുരുങ്ങിയിരുന്നു. ഇനി നമ്മൾ അന്താരാഷ്ട്ര വാർത്തകൾ നോക്കുകയാണെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് കോവിഡ്. ലാസ് വെഗസിൽ യൂണിഡോസ് US വാർഷിക സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാനിരിക്കെയാണ് ബൈഡന് കോവിഡ് സ്ഥിരീകരിച്ചത്. ഡെലവറയിലെ വസതിയിൽ ബൈഡൻ ഐസൊലേഷനിൽ പ്രവേശിക്കുമെന്ന് വൈറ്റ് ഹൌസ് ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയാണ്. ഐസൊലേഷനിൽ കഴിഞ്ഞുകൊണ്ട് അമേരിക്കൻ ജനതയ്ക്ക് വേണ്ടി ഔദ്യോഗിക ചുമതലകളിൽ വ്യാപൃതനാകുമെന്ന് ബൈഡൻ പറഞ്ഞു. പ്രായാധിക്യത്തിന്റെ പ്രശ്നങ്ങളുണ്ട്. ബൈഡൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുതെന്ന് ഡെമോക്രാറ്റുകൾക്കിടയിൽ തന്നെ ആവശ്യം ഉയരുമ്പോഴാണ് കോവിഡ് സ്ഥിരീകരിച്ചത് എന്നുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. മാധ്യമപ്രവർത്തകൻ KM ബഷീറിനെ വാഹനം ഇടിപ്പിച്ച് കൊലപ്പെടുത്തിയെന്ന കേസിൽ പ്രതി ശ്രീറാം വെങ്കിട്ടരാമൻ ഇന്ന് തിരുവനന്തപുരം 1-ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിൽ ഹാജരാകണം. തനിക്കെതിരായ കുറ്റം ചുമത്തൽ സംബന്ധിച്ച് വാദം ബോധിപ്പിക്കാൻ സമയം തേടിയതിനെ തുടർന്നാണ് ഇന്നുവരെ പ്രതിക്ക് നേരത്തെ കോടതി സമയം അനുവദിച്ചത്. കഴിഞ്ഞ ജൂൺ 6-ന് കേസ് പരിഗണിച്ചപ്പോഴാണ് വ്യാഴാഴ്ച ഹാജരായി വാദം ബോധിപ്പിക്കാൻ കോടതി ഉത്തരവിട്ടത്. ശ്രീറാം 3 തവണയാണ് വാദം ബോധിപ്പിക്കാൻ സമയം നീട്ടി ചോദിച്ചത്. കേസിൽ കുറ്റവിമുക്തനാക്കണമെന്ന ആവശ്യവുമായി റിവിഷൻ ഹർജി നൽകിയ ശ്രീറാമിന് സുപ്രീം കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി കിട്ടിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് വിചാരണയ്ക്കായി കോടതി വിളിച്ചു വരുത്തുന്നത്.
തിരുവനന്തപുരം പാലോട് നന്ദിയോട് പടക്കക്കടയ്ക്ക് തീപിടിച്ച സംഭവത്തിൽ കടയുടമ മരിച്ചു. നന്ദിയോട് പുലിയൂർ സ്വദേശി ഷിബു ആണ് മരിച്ചത്. കഴിഞ്ഞ ദിവസമാണ് ഭാര്യ മഞ്ജുവിന്റെ പേരിൽ ലൈസൻസ് ഉള്ള പടക്കക്കടയ്ക്ക് തീപിടിച്ചത്. അളവിൽ കൂടുതൽ സാധനങ്ങൾ ഷെഡിൽ ഉള്ളതായി കണ്ടെത്തിയിരുന്നു. ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിന് കാരണമെന്നാണ് നിഗമനം. കോഴിക്കോട് മുക്കത്ത് ടൈൽ ഫാക്ടറിയിൽ നിന്ന് രാസമാലിന്യം തോട്ടിൽ തള്ളിയതിനെ തുടർന്ന് സമീപവാസികൾക്ക് ദേഹാസ്വാസ്ഥ്യം. തോട്ടിലെ മീനുകളും കൂട്ടത്തോടെ ചത്തു. വെള്ളം പതഞ്ഞു പൊന്തി. സമീപവാസികൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. തോട്ടിലെ മീനുകളും കൂട്ടത്തോടെ ചത്തുപൊങ്ങി. കുളിക്കരുതെന്നും സമീപത്തെ കിണറുകളിൽ നിന്ന് വെള്ളം ഉപയോഗിക്കരുതെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രദേശത്ത് കുടിവെള്ള പരിശോധന നടത്തുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം നഗരമധ്യത്തിൽ ഒരിക്കലും വറ്റാത്ത ഒരു നീരുറവയുണ്ട്. സെക്രട്ടേറിയറ്റിന് പിൻവശത്ത് സ്ഥലപ്പേര് തന്നെ ഉറ്റുകുഴി എന്നായത് ഉറവുള്ളതുകൊണ്ടാണ്. നാശത്തിന്റെ വക്കിൽ നിന്ന് തിരിച്ചുവരവിന്റെ പാതയിലാണ് ഈ ജലസ്രോതസ് ഉള്ളത്. കാണാൻ റിപ്പോർട്ട്. തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ പിൻവശത്ത് താഴേക്കുള്ള വഴിയുണ്ട്, തമ്പാനൂരിലേക്കും മറ്റും പോകാനുള്ള വഴി. അവിടെ ഈ ഞാൻ നിൽക്കുന്ന സ്ഥലത്തിന്റെ പേര് ഊറ്റുകുഴി എന്നാണ്. ഊറ്റുകുഴി എന്ന് തിരുവനന്തപുരത്തുള്ളവർക്കും തിരുവനന്തപുരത്ത് സ്ഥിരമായി വന്നു പോകുന്നവർക്കുമൊക്കെ ആ പേര് കേട്ടിട്ടുണ്ടാകും. പക്ഷേ എന്തുകൊണ്ടാണ് ഈ സ്ഥലത്തിന് ഇങ്ങനെ ഒരു പേരുണ്ടായെന്ന കാര്യം പലർക്കും ഇപ്പോഴും ആ രീതിയിൽ വ്യക്തമല്ല. ഒരിക്കലും ഉറവ പറ്റാത്ത ഒരു ഊറ്റുണ്ട് ഇവിടെ. ആ ഊറ്റാണ് സ്റ്റാച്യുവിന് തൊട്ടടുത്തുള്ള ഈ സ്ഥലത്തിന് ഊറ്റുകുഴി എന്ന് പേര് നൽകാൻ കാരണം. നമുക്ക് ഇതാണ് ആ ഊറ്റുകുഴി. നേരത്തെ ഇത് വളരെ ശുദ്ധമായ വെള്ളമായിരുന്നു. ഈ നാട്ടുകാർ, ഈ പ്രദേശത്തുകാർ, ഇവിടുത്തെ ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഇവിടെ നിന്ന് വെള്ളം കൊണ്ടുപോകുമായിരുന്നു. അത്രയ്ക്ക് തെളിമയുള്ള, തെളിച്ചമുള്ള, ശുദ്ധമായ വെള്ളമായിരുന്നു ഊറ്റുകുഴിയത്. ഇപ്പോൾ പലതും കുറച്ച് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അതുപോലെ മാലിന്യങ്ങളും ഒക്കെ കയറി കിടക്കുകയാണ്. കുറേയൊക്കെ ഇവിടുന്ന് മാറ്റിയതായി കരാറുകാരൻ പറയുന്നുണ്ട്. ഇത് നഗരസഭയാണ് ഇതിന്റെ സംരക്ഷണം. നഗരസഭ ഇപ്പോൾ ഇതിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ, ഇതിന്റെ ഊറ്റുകുഴിയിലെ വെള്ളം ശുചീകരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതിന്റെ പണികളൊക്കെ ഇവിടെ പുരോഗമിക്കുന്നുണ്ട്. അതായത് ഒരിക്കലും ഊറ്റുപറ്റാത്ത ഒരു ജലസ്രോതസ്സാണിത്. ഇവിടെ നിന്ന് ഇത് വർഷങ്ങളായി ഇവിടെയുള്ള ഒരു സ്രോതസ്സുമാണ്. വലിയ ചരിത്രമൊക്കെ ഇതിനുണ്ട്. ഇവിടെ ഈ ഊറ്റുകുഴിയിലെ വെള്ളത്തിൽ, ഈ ഊറ്റുകുഴിയിൽ വന്ന് കുളിക്കാൻ വന്ന, സ്ഥിരമായി തിരുവനന്തപുരത്ത് വരുമ്പോൾ കുളിക്കാൻ വരുമായിരുന്ന പ്രമുഖർ, ചങ്ങമ്പുഴയെ പോലുള്ള പ്രമുഖർ, ഗുപ്തൻ നായരെ പോലുള്ള പ്രമുഖരൊക്കെ പണ്ട് സ്ഥിരമായി ഈ ഊറ്റുകുഴിയിൽ വന്നു പോയിരുന്നവരാണെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. ഈ ഊറ്റുകുഴിയിൽ നിന്ന് ഒരു സ്ട്രീം വരുന്നുണ്ട്. ഊറ്റുകുഴിയെപ്പറ്റി സ്വാതി തിരുനാളിൻ്റെ രേഖയിലൊക്കെ പറയുന്നുണ്ട്. ഊറ്റുകുഴിയുടെ ഒരു ആരാധകനായിരുന്നു മഹാകവി ചങ്ങമ്പുഴ. യൂണിവേഴ്സിറ്റി കോളേജിൽ താമസിക്കുമ്പോൾ അദ്ദേഹം ഊറ്റുകുഴിയിൽ കുളിക്കാൻ വേണ്ടിയിട്ട് അതിനടുത്തുള്ളൊരു ലോഡ്ജിൽ താമസിക്കുന്ന അദ്ദേഹം, എനിക്ക് അതറിയാവുന്ന കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ സതീർത്ഥ്യത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. ഊറ്റുകുഴി അതിന്റെ പഴയ പ്രതാപത്തിലല്ല. വലിയ മാലിന്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. കുറേയൊക്കെ ഇപ്പോൾ മാറ്റുന്നു. നമ്മൾ നേരത്തെ കണ്ട ആ സ്ഥലത്ത്, ഇപ്പോൾ കാണുന്ന സ്ഥലത്ത് അവിടെ നിന്ന് വെള്ളം ഊറി വന്ന് അവിടെ കെട്ടിക്കിടന്ന് അവിടെ നിന്ന് ഇപ്പുറത്തെ ഒരു ടാങ്കിലേക്ക് ഒഴുകി എത്തുന്നു എന്നുള്ളതാണ് ഇവിടെ ഇതിന്റെ ഒരു പ്രാധാന്യം. ഇത് ഇവിടെ മാത്രം നിൽക്കുന്നതല്ല. ഇത് താഴേക്ക് ഇവിടെ തൊട്ടടുത്തുള്ള വീടുകളിൽ, തൊട്ടടുത്തുള്ള വലിയൊരു ഫ്ളാറ്റ് തന്നെയുണ്ട്. അവിടെയൊക്കെ ഇവിടെ നിന്നുള്ള വെള്ളം അവിടേക്ക് കൂടി എത്തുന്നുണ്ട്. അവർക്ക് പോലും ഒരുപക്ഷെ വേനൽക്കാലത്തൊക്കെ വലിയ സഹായമാകുന്ന, ആശ്വാസമായി മാറുന്നത് ഈ ഊറ്റുകുഴിയാണ്. നഗരസഭ ചെയ്യുന്നത് മൊത്തം ക്ലീൻ ചെയ്ത് ഈ ഗ്രില്ലെല്ലാം വെച്ച്, ടോയ്ലറ്റ് വൃത്തിയാക്കി, ക്ലോസറ്റ് എല്ലാം വെച്ച് നല്ല രീതിയിലൊരു വർക്കാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. അതിനോട് വന്നപ്പോഴത്തേക്ക് വളരെ മോശമായ അവസ്ഥയിലായിരുന്നു. മനുഷ്യൻ ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അത് കംപ്ലീറ്റ് ഞാൻ ക്ലീൻ ചെയ്ത് റെഡിയാക്കി. ഉദ്യോഗസ്ഥരും എല്ലാ ദിവസവും മിക്കവാറും വരുന്ന കാര്യങ്ങൾ പറയുകയും കാണുകയും ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ വർക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു, നല്ല രീതിയിൽ ചെയ്യാനും പറഞ്ഞു. അങ്ങനെ കുളിക്കേണ്ട സൗകര്യം ഇപ്പോൾ ഇവിടെ നാട്ടുകാർ പറഞ്ഞാൽ ഇവിടുന്ന് വെള്ളം എടുത്ത് ഹോട്ടലിലേക്ക് കൊണ്ടുപോയി കുടിക്കാനെടുക്കുമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാനിത് കണ്ടുള്ള പരിചയമായിരുന്നു. ആദ്യം വർക്ക് എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്കാണ് ഞാനിപ്പോൾ മനസ്സിലാക്കിയത്. വെള്ളം ഈ കണ്ടീഷനിലാണ് ഞാൻ വന്നതിന്റെ അന്നോട്ട്, വേനൽക്കാലത്താണ് ഞാൻ വന്നത്. ആ സമയം തൊട്ട് ഈ കണ്ടീഷനിലാണ്. ഒരു തുള്ളി വെള്ളം പറ്റിയിട്ടേ ഇല്ല. ഒരു തുള്ളി വെള്ളം. അത്ര നീറ്റായി കിടക്കുന്ന ഒരു സ്ഥലമാണ്. വെള്ളമാണ് ഇത് കുടിക്കാൻ തക്ക വിധത്തിൽ ശുദ്ധീകരിക്കുമെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും കംപ്ലീറ്റ് ഇറച്ചി, ഇതിന്റെ വേസ്റ്റുകളെല്ലാം അതിനകത്ത് കിടക്കുന്ന എല്ലാം വാരി മാറ്റി ഈ ഗ്രില്ലെല്ലാം പെയിന്റ് ചെയ്ത് റെഡിയാക്കിയ ശേഷമേ ഇത് ഇറക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചില പെയിന്റിന്റെ സ്മെല്ല് വരുന്ന പേടിച്ചിട്ടാണ് അങ്ങനെ ഇട്ടിരിക്കുന്നത്. ടൈൽ ഒട്ടിക്കുന്ന ബാത്റൂമുകളെല്ലാം നീറ്റാക്കി. ഇത് പബ്ലിക് ടോയ്ലറ്റ് ആണ്. ഇത് പബ്ലിക് ടോയ്ലറ്റാണ് കാണുന്നത്. പിന്നെ ഇനി നഗരസഭ എന്താ തീരുമാനിക്കണമെന്നുള്ള കാര്യം നമുക്കറിയാൻ കഴിയില്ല. ഈ ഊറ്റുകുഴിയിലെ ജലം ഇവിടെ മാത്രം നിൽക്കുന്നതായിരുന്നില്ല. ഇത് ഇവിടെ നിന്ന് ഒഴുകി നമ്മുടെ ആമയിഴഞ്ചാൻ തോട്, ഇപ്പോൾ ആമയിഴഞ്ചാൻ തോട് വലിയ വാർത്തകളിലൊക്കെ നിറയുന്നുണ്ട്. ആമയിഴഞ്ചാൻ തോടിന്റെ ഒരു പ്രധാന കൈവഴി കൂടിയായിരുന്നു ഊറ്റുകുഴിയിൽ നിന്നുണ്ടാകുള്ള ഒരു തോട്. ഇവിടെ നിന്ന് വെള്ളമൊഴുകി അത് ബേക്കറി ജംഗ്ഷനിൽ എത്തി അവിടെ ആമയിഴഞ്ചാൻ തോടുമായി ചേരുമായിരുന്നു. ആ തോടൊക്കെ പഴമക്കാർക്ക് ഓർമ്മയുണ്ട്. പക്ഷേ അത് എത്രയോ നാളുകൾക്ക് മുമ്പ് നികത്തപ്പെട്ടിരിക്കുന്നു. തലസ്ഥാനത്ത് എന്തുകൊണ്ട് വെള്ളപ്പൊക്കമുണ്ടാകുന്നു, വെള്ളം
എന്തുകൊണ്ട് കെട്ടുനിൽക്കുന്ന ചോദ്യങ്ങൾക്ക് ഇത്തരം ജലാശയങ്ങളുടെ നാശം കൂടിയ ഒരു കാരണമാണ്. ഇവിടെ നിന്ന് ഊറ്റുകുഴി ആ രീതിയിൽ സംരക്ഷിക്കപ്പെട്ടില്ല എന്നാൽ ഇപ്പോൾ ചില സംരക്ഷണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇവിടെ നിന്ന് പോകുന്ന തോട് അത് എവിടെയെന്ന് പോലും ആർക്കും അറിയാത്ത അവസ്ഥയിൽ സ്വാഭാവികമായും ഈ തോട് നികത്തിയ ശേഷവും ഊറ്റുകുഴിയിൽ നിന്ന് വെള്ളം ഊറി വരുന്നുണ്ട്. ആ വെള്ളവും ഒഴുകുന്നുണ്ട്. അതെങ്ങോട്ട് പോകുന്നു? നേരത്തെ കൃത്യമായി ബേക്കറി ജംഗ്ഷൻ ഭാഗത്തെത്തി ആമേഞ്ചാൻ തോടുമായി ചേരുമായിരുന്നു. ഇപ്പോൾ അതുണ്ടാകുന്നില്ല. ആ വെള്ളമൊക്കെ ഒരുപക്ഷെ നഗരത്തിലെ വെള്ളപ്പൊക്കത്തിന് ഈ വെള്ളം പലയിടത്തും കെട്ടിനിൽക്കുന്നതിനൊക്കെ ഒരു പ്രധാന കാരണമായി മാറുന്നുണ്ട്. വി അരുണിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. അപ്പോൾ അതാണ് ഊറ്റുകുഴിയുടെ വിശേഷങ്ങൾ. അപ്പം ഇപ്പൊ രാവിലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരിക്കും അല്ലേ? അപ്പോൾ ഞാൻ കൊതിപ്പിക്കുന്ന ഒരു വീഡിയോ കൂടി കാണിച്ചു തരാം. അരകല്ലിൽ അരച്ച ചമ്മന്തി മുതൽ കുടംപുളി ഇട്ട് വറ്റിച്ച ചൂരക്കറി ഉൾപ്പെടെ ഒരു ഭാഗത്ത്, പുട്ടിന്റെ വെറൈറ്റി 8 തരം, കപ്പ മുതൽ ചേന വരെയായി പുഴുക്കുകളുടെ നിര. കൊല്ലം കോട്ടാത്തല പണയിൽ UP സ്കൂളിൽ കുട്ടികൾ ഒരുക്കിയ ഫുഡ് ഫെസ്റ്റിലാണ് കൊതിയൂറും വിഭവങ്ങൾ ശ്രദ്ധേയമായത്. ലഡുവും ക്യാരറ്റ് ഉൾപ്പെടെയുള്ള 6 തരം പായസവും തോരനും അവിയലും ഉപ്പിലിട്ടതുമൊക്കെയായി വിഭവങ്ങൾ നീണ്ടു. കോട്ടത്തല പണയിൽ UP സ്കൂളിൽ കുട്ടിക്കൂട്ടമൊരുക്കിയ ഫുഡ് ഫെസ്റ്റിവലിലാണ് നാവൽ കൊതിയൂറും വിഭവങ്ങൾ അണിനിരുന്നത്. കുട്ടികൾ തന്നെയാണ് 200-ലേറെ വിഭവങ്ങൾ എത്തിച്ചത്. ഞാന് ചീനി വേവിച്ചതാണ് ഉണ്ടാക്കിയത്. എൻ്റെ അച്ഛനാണ് ഇന്നലെ എനിക്ക് ചീനി വേവിച്ചുകൊണ്ട് വന്നത്. അത് ഞാൻ വീട്ടിൽ ചെന്ന് തൊലിയൊക്കെ കളഞ്ഞ് മുറിച്ച് അത് ഞാൻ പിന്നെ ഗ്യാസിൽ വെച്ച് ഒരു പാത്രത്തിലേക്ക് അത് കൊച്ചു കൊച്ചു അരിഞ്ഞിട്ട് അത് തിളപ്പിക്കാൻ വെച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ അത് വേവിച്ച് കഴിഞ്ഞിട്ട് ഉപ്പൊക്കെ ഇട്ട് നല്ലോണം ഇളക്കി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നല്ലോണം ഇളക്കി ഞാൻ റെഡിയാക്കി. ആദ്യമായിട്ട് ഞാൻ എൻ്റെ അമ്മയ്ക്കാണ് അത് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തത്. അപ്പം അമ്മ പറഞ്ഞ് കൊള്ളാമെന്ന് പറഞ്ഞ്. വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് 300-ൽ പരം വിഭവങ്ങൾ ഉണ്ടാക്കുകയുണ്ടായി. അതിൽ ഞാൻ ഉണ്ടാക്കിയ ഒരു വിഭവമാണ് ഇത്. ഇതിൻ്റെ പേര് കുമ്പളപ്പം. ഗോതമ്പ് മാവ്, ശർക്കര ചീവിയതും തേങ്ങയുമാണ് ഇതിനാവശ്യമുള്ളത്. 5ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് ഫുഡ് ഫെസ്റ്റിൽ പങ്കെടുത്തത്. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ നൂൺ മീൽ ഓഫീസർ VL ബൈജു ഉദ്ഘാടനം ചെയ്തു. പാഠ്യപ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ഫുഡ് ഫെസ്റ്റിൽ ഇവര് പൊതുവിൽ ജീവിക്കാൻ അറിയാവുന്ന കുട്ടികൾ എന്നാണ് എന്നെ ഞാൻ വിശേഷിപ്പിക്കുന്നത്. കുഞ്ഞു കുട്ടികൾ മുതൽ ഒരു 7ാം ക്ലാസ് വരെ ഉള്ളതാണ്. അവര് വരെ പരസ്പര സഹകരണ മനോഭാവം, സ്നേഹം, പരസ്പരം ഷെയർ ചെയ്ത് ചെയ്യാനുള്ളത്, സുഖങ്ങളും ദുഃഖങ്ങളും ഒക്കെ അവർ ഷെയർ ചെയ്യാറുണ്ട്. ഒരു പൊതുവിദ്യാലയത്തിൽ നടക്കുന്ന ഒരു കാര്യങ്ങൾ ഇത് മാത്രമാണ്. ഇതാണ് ഏറ്റവും വലിയ മികവെന്നാണ് എനിക്ക് പറയാനുള്ളത്. പൊതുവിദ്യാലയത്തിന്റെ ഗുണപരമായ പ്രവർത്തനമാണ് ഇത്തരം പരിപാടികളിലൂടെ ലക്ഷ്യമിടുന്നത്. കുട്ടികൾക്ക് പുതിയ വിഭവങ്ങൾ പരിചയപ്പെടുത്തുകയും പരസ്പര സഹകരണവും ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചതായി അധ്യാപകർ പറയുന്നു. ന്യൂസ് 18 കൊട്ടാരക്കര. കാണുമ്പോൾ തന്നെ കൊതി ഊറുന്നു അല്ലേ? എത്രത്തോളം വിഭവങ്ങളാണ് ഈ കൊച്ചുകുട്ടികൾ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും ടീച്ചർ വിശേഷിപ്പിച്ച ആ വിശേഷണം കൊള്ളാം. ജീവിക്കാൻ അറിയുന്ന കുട്ടികളാണ് എന്നുള്ളത്. ഏതായാലും കുട്ടികൾ തന്നെയാണ് അതെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് വന്നത് എന്നുള്ളതാണ് അതിശയം. എത്ര ചെറിയ കുട്ടികളാണ് ഇത്രത്തോളം വിഭവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ആ ഒരു ഫുഡ് ഫെസ്റ്റിനെ ഇത്രത്തോളം മനോഹരവും വിപുലവും ആക്കിയതല്ലേ? എന്തായാലും ഞാൻ വീണ്ടും ഈ കമൻസിൽ കൂടിയൊക്കെ പോകുമായിരുന്നു കേട്ടോ. എല്ലാവർക്കും അറിയേണ്ട വീണ്ടും ഒരേ കാര്യം തന്നെയാണ്. ലീവുണ്ടോ? MT ഷോർട്സ് ചോദിക്കുന്നു, കൊച്ചി സ്കൂളുണ്ടോ? കൊച്ചി സ്കൂളുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതാണ് വയനാട്ടിൽ മാത്രമേ ഇന്ന് അവധി ഉള്ളൂ എന്നുള്ളത്. ഇതിൻ്റെ ഇടയിൽ ഒരു രസകരമായ കമൻ്റ് ഉണ്ട്. സെൻറ് തോമസ് എന്ന് പറയുന്ന വ്യക്തി അയച്ചതാണ്. കാസർഗോഡ് ലീവ് തരാമോ കളക്ടറെ എന്നൊന്ന് അപേക്ഷിക്കുകയാണ്. കാരണം ഈ യൂണിഫോം ഒക്കെ ഇട്ട് നനഞ്ഞ് സ്കൂളിൽ പോയി ഇരുന്ന് പഠിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കുടയൊക്കെ ഉണ്ട്, പക്ഷെ ഭയങ്കര കാറ്റായതുകൊണ്ട് നടന്നു പോകുമ്പോൾ ഈ കുടയൊക്കെ പോവും. അപ്പം പിന്നെ നനഞ്ഞിട്ടായിരിക്കുമല്ലോ ക്ലാസ്സിൽ ചെന്ന് ഇരിക്കുക. അപ്പം ലീവ് ഒന്ന് തരണം എന്നുള്ളതാണ്, അപേക്ഷയാണ്. പക്ഷെ എന്തായാലും ഇപ്പോൾ 8 മണി കഴിഞ്ഞല്ലോ. ഇനി എന്തായാലും കളക്ടറിന്റെ പ്രഖ്യാപനം ഒന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല സെന്റ് തോമസ്. അതുകൊണ്ട് സ്കൂളിലേക്ക് പൊക്കോളൂ. ഇനി ചിലപ്പോൾ ഈ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് നാളെ നല്ല മഴയുണ്ടെങ്കിൽ ചിലപ്പോൾ അവധി തരാനുള്ളൊരു ചാൻസ് ഉണ്ട് കേട്ടോ. അതേപോലെ ജിജിത ബാബു ചോദിക്കുന്നു, മലപ്പുറത്ത് ലീവുണ്ടോ? ഇല്ല. കവായി ചോദിക്കുന്നു, എവിടെയോ ലീവുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എവിടെയാണെങ്കിലും വയനാട്ടിലാണെങ്കിൽ ലീവ് കിട്ടും, ഇല്ലെങ്കിൽ ബാക്കി ഒരിടത്തും ലീവില്ല. ജിലു ചോദിക്കുന്നുണ്ട്, കാലിക്കറ്റ് ലീവുണ്ടോയെന്ന്. ലീവില്ല. മുഹമ്മദ് അബീൻ പറയുന്നുണ്ട്, കാസർഗോഡ് നല്ല മഴയാണ്, ജില്ലാ കളക്ടർ ഒരു അവധി തരണേ എന്നുള്ളത്. എന്തായാലും ജില്ലാ കളക്ടർ ഇന്ന് ഈ അവധി പരിഗണന അപേക്ഷയൊന്നും കേൾക്കുമെന്ന് തോന്നുന്നില്ല. സമയം കഴിഞ്ഞു പോയി. എല്ലാവരും സ്കൂളിലേക്കൊക്കെ പുറപ്പെട്ടും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളെ ശക്തമായ മഴയുണ്ടെങ്കിൽ പരിഗണിക്കട്ടെ, എല്ലാവർക്കും അവധി കിട്ടട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്. എന്തായാലും നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. നമുക്കറിയാം കർക്കിടക മാസമാണ്. കർക്കിടക സംക്രമ ദിനം കണ്ണൂർ കരിവെള്ളൂർ ഗ്രാമവാസികൾക്ക് ദേവന് കാഴ്ചദ്രവ്യങ്ങൾ സമർപ്പിക്കാനുള്ള ദിവസമാണ്. ആധിയും വ്യാധിയും നിറഞ്ഞ കള്ളക്കർക്കിടകത്തിലെ ദുരിതങ്ങളിൽ നിന്ന് ദേശവാസികളെ കാത്തു സൂക്ഷിക്കാൻ നൂറ്റാണ്ടുകളായി തുടരുന്ന ആചാരമാണിത്.
ഇത്തവണയും പതിവ് തെറ്റിക്കാതെ കർക്കടക സംക്രമ ദിവസം കരിവെള്ളൂരപ്പന് കാഴ്ചദ്രവ്യങ്ങളെത്തി. കരിവെള്ളൂരിലെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നാണ് ശിവക്ഷേത്രത്തിലേക്ക് കാഴ്ചദ്രവ്യങ്ങൾ എത്തുന്നത്. വാണിയില്ലം സോമേശ്വരി ക്ഷേത്രം, കുണിയൻപറമ്പത്ത് ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രധാന കാഴ്ചദ്രവ്യങ്ങൾ എത്തുന്നത്. ചക്ക, അടയ്ക്ക, തേങ്ങ, വെറ്റില, വെളിച്ചെണ്ണ തുടങ്ങിയവയാണ് പ്രധാന കാഴ്ചദ്രവ്യങ്ങൾ. കർക്കടക സംക്രമ ദിവസം മറ്റ് ജാതി വിഭാഗങ്ങളും വ്യത്യസ്തമായ കാഴ്ചദ്രവ്യങ്ങൾ സമർപ്പിക്കും. ശാലിയ വിഭാഗക്കാർ 16 പണവും വാണിയ കാവുതെയ്യ വിഭാഗക്കാർ വെളിച്ചെണ്ണയുമാണ് സമർപ്പിക്കുന്നത്. ക്ഷേത്രത്തിൽ സമർപ്പിച്ച കാഴ്ചദ്രവ്യങ്ങൾ കർക്കടകം 1 ഉഷപൂജയ്ക്കാണ് നിവേദിക്കുന്നത്. ന്യൂസ് 18 കരിവെള്ളൂർ. കൂമിന് ശേഷം ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ആസിഫ് അലി ചിത്രം ലെവൽ ക്രോസിന്റെ പ്രൊമോഷൻ കൊച്ചി സെന്റ് ആൽബർട്ട്സ് കോളേജിൽ നടന്നു. കോളേജിന്റെ ആർട്സ് ഡേയുമായി ബന്ധപ്പെട്ട വേദിയിലാണ് ചടങ്ങ് നടന്നത്. ചടങ്ങിൽ ആസിഫ് അലി, അമല പോൾ, സിനിമയുടെ മറ്റ് അണിയറ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ടുണീഷ്യയിൽ ഷൂട്ട് ചെയ്ത ആദ്യ ഇന്ത്യൻ ചിത്രമാണിത് എന്ന പ്രത്യേകതയുമുണ്ട്. അപ്പോൾ എന്തായാലും ആസിഫ് അലി, രമേശ് നാരായണൻ വിവാദമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. ആ ഒരു വിവാദത്തിന് ശേഷം ആസിഫ് അലി ഒരു പൊതുവേദിയിലെത്തിയ ആദ്യത്തെ ഒരു പൊതുവേദി കൂടിയായിരുന്നു ഇന്നലെ. ഇതിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയും അദ്ദേഹവും രമേശ് നാരായണൻ ഒപ്പം നിൽക്കുന്നു. അതായത് ഇത്തരത്തിലൊരു സൈബർ ആക്രമണം നേരിടേണ്ട സാഹചര്യമൊന്നുമില്ല, വളരെ പക്വമായിട്ട് ആ ഒരു വിഷയത്തെ എങ്ങനെ ആസിഫ് അലി നേരിടുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അദ്ദേഹം പറയുകയുണ്ടായി, അത്തരത്തിൽ വലിയ ആക്രമണമൊന്നും നടത്തേണ്ട സാഹചര്യമില്ല, ആ വിഷയം ഞാൻ അപ്പോൾ തന്നെ വിട്ടതാണ്, അദ്ദേഹത്തിനൊരു ചെറിയ തെറ്റിദ്ധാരണ സംഭവിച്ചതാകാം എന്നുള്ള വളരെ മെച്വേർഡ് ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ ഇതുപോലുള്ള സിറ്റുവേഷനുകളിൽ ബിഹേവ് ചെയ്യണം എന്നുള്ളത് നടൻ ആസിഫ് അലി നമ്മളെ കാണിച്ചു തരികയായിരുന്നു കഴിഞ്ഞ ദിവസം. എന്നാലും നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. കൊച്ചി വണ്ടർല അടിപൊളിമ്പിക്സ്, അതായത് അടിപൊളി ഒളിമ്പിക്സ് എന്നുള്ളതാണ്. മഴക്കാല ചാമ്പ്യൻഷിപ്പിന് തുടക്കമായി. വണ്ടർലായിൽ നടന്ന ചടങ്ങിൽ നടനും സംവിധായകനുമായ ധ്യാൻ ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. അടുത്ത മാസം 25 വരെയാണ് മത്സരങ്ങൾ നീണ്ടു നിൽക്കുക. ആവേശകരവും രസകരവുമായ നിരവധി ടാസ്കുകളുടെ പരമ്പരയാണ് അടിപൊളിമ്പിക്സ്. നടനും സംവിധായകനുമായ ധ്യാൻ ശ്രീനിവാസൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. അക്വാമാൻ ചലഞ്ച്, വണ്ടർല ഡബിൾ സർക്യൂട്ട്, മെഗാ ഫുഡി മത്സരം എന്നിവയാണ് അടിപൊളിമ്പിക്സിൽ നടക്കുന്നത്. വിജയികൾക്ക് പ്രീമിയം 350cc ബൈക്ക് മുതൽ ക്യാഷ് അവാർഡുകളും ഇലക്ട്രിക് സൈക്കിളുകളും വണ്ടർല റിസോർട്ടിലെ സൗജന്യ താമസവുമെല്ലാം സമ്മാനമാണ്. ഇവയ്ക്ക് പുറമെ പ്രതിദിന സമ്മാനങ്ങളുമുണ്ടെന്ന് വണ്ടർല ഹോളിഡേയ്സ് MD അരുൺ കെ ചിറ്റിലപ്പള്ളി പറഞ്ഞു. This milestone would not have been possible without all your unwavering support and tireless efforts. Further, we have a bigger project in Chennai that is under construction and it will be launched by the end of 2025. മഴക്കാലത്ത് വണ്ടർല പുതിയൊരു അനുഭവമാവും സന്ദർശകർക്ക് നൽകുകയെന്ന് പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ധ്യാൻ ശ്രീനിവാസനും കൂട്ടിച്ചേർത്തു. അടിപൊളി ഒളിമ്പിക്സ് അടുത്ത വർഷവും ഈ മൺസൂൺ സമയത്ത്, അത് മൺസൂണിൽ ആൾക്കാർ കുറയും, മഴക്കാലത്തെയാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തതിന് ഇനിയുള്ള വർഷങ്ങൾ ഇതുപോലത്തെ കുഞ്ഞു ഇതുപോലത്തെ പ്രോഗ്രാംസും ഇവന്റ്സും ഒക്കെ ആയിട്ട് ഇനിയും വർഷങ്ങളോളം വണ്ടർല ഫ്ലറിഷ് ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു, എക്സ്പാൻഡ് ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ ബുധൻ, ശനി, ഞായർ ദിവസങ്ങളിലും നടക്കുന്ന സാഹസിക ഗെയിമുകൾ ഓഗസ്റ്റ് 25 നടക്കുന്ന ഗ്രാൻഡ് ഫിനാലെ വരെ തുടരും. ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ധീരൻ ചൌധരി, കൊച്ചി വണ്ടർല പാർക്ക് മേധാവി രവികുമാർ MA തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് 18 കൊച്ചി. ഇന്ന് ഏറ്റവും പ്രചാരമുള്ള ഫോൺ ബ്രാൻഡാണ് ഷവോമി. ഇനി നിരത്തിലൊരു പരീക്ഷണത്തിന് ഒരുങ്ങുകയാണ് ഈ ചൈനീസ് ഫോൺ നിർമ്മാതാക്കൾ. ഇലക്ട്രിക് വാഹന വിപണിയിലേക്കാണ് ഷവോമിയുടെ വരവ്. ഷവോമി എന്ന് കേട്ടാൽ ആദ്യം ഓർമ്മ വരുന്നത് ഫോണാണ്. നോക്കിയയും സാംസങ്ങും ഒക്കെ വികാരമായിരുന്ന കാലത്ത് ആൻഡ്രോയിഡ് ഫോൺ വിപണിയിലേക്ക് ചൈനയിൽ നിന്നെത്തിയ ഷവോമിയുടെ പേര് പോലും നമുക്ക് ആദ്യകാലത്ത് വ്യക്തമായി പറയാൻ അറിയില്ലായിരുന്നു. സിയോമി എന്നും ഷയോമി എന്നും ഒക്കെ വിളിച്ചിരുന്നു.
ഏതൊക്കെ പേരിട്ട് വിളിച്ചാലും ഇന്ത്യക്കാർ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഈ ചൈനീസ് ഫോണുകളെ. ചൈനയിൽ നിർമ്മിച്ചു തുടങ്ങിയ ഫോണുകൾ ഇന്ത്യൻ വിപണി 2 കൈയും നീട്ടി സ്വീകരിച്ചതോടെ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ തുടങ്ങി. അങ്ങനെ ഇന്ത്യൻ നിർമ്മിത ഷവോമി ഫോണുകളും വിപണികളിൽ ഹിറ്റായി. വിവിധ ശ്രേണികളിലെ ഉപഭോക്താക്കളെ ലക്ഷ്യമിട്ട് ഷവോമി പല ബ്രാൻഡുകളിൽ ഇന്ത്യൻ വിപണിയിൽ ഫോണുകൾ ഇറക്കി. പ്രീമിയം ഫോണുകളായി MI ശ്രേണിയും ബജറ്റ് ശ്രേണിയിൽ റെഡ്മി ഫോണുകളും ഇതുകൂടാതെ പോക്കോ ഫോണുകളും ഷവോമി ബ്രാൻഡിൽ വിപണിയിൽ വന്നു. പിന്നാലെ ഫോണുകളും ലാപ്ടോപ്പുകളും എല്ലാമായി ഇലക്ട്രോണിക്സ് വിപണിയിൽ പകരം വെക്കാനില്ലാത്ത ബ്രാൻഡായി ഷവോമി വളർന്നു. ഇലക്ട്രോണിക്സ് വിപണി വിട്ട് പെരുവഴിയിലേക്ക് ഇറങ്ങുകയാണ് ഷവോമി ഇനി. അതായത് പൊട്ടിത്തകരുക എന്നല്ല അർത്ഥം. നമ്മുടെ റോഡുകളിൽ കുതിക്കാനുള്ള ഇലക്ട്രിക് കാറുകളാണ് ഷവോമിയിൽ നിന്ന് ഇനി വരാനിരിക്കുന്നത്. ഇന്ത്യയിലെ പ്രവർത്തനത്തിന്റെ 10ാം വാർഷികത്തിൽ ഷവോമിയുടെ ആദ്യത്തെ ഇലക്ട്രിക് കാർ ഇന്ത്യൻ നിരത്തിൽ തൊടും. ഇലക്ട്രിക് സ്പോർട്സ് സെഡാൻ ഇനത്തിലുള്ള SU7 എന്ന വാഹനമാണ് ഷവോമി ഇന്ത്യൻ നിരത്തിൽ ഇറക്കുന്നത്. ഇലക്ട്രോണിക് രംഗത്ത് നിന്ന് ഓട്ടോ ഇലക്ട്രിക്കൽ രംഗത്തേക്കുള്ള വൈവിധ്യവൽക്കരണം കൂടിയാണ് ഷവോമി യാഥാർത്ഥ്യമാക്കുന്നത് എന്ന് അർത്ഥം. സ്പീഡിലെ S എന്ന അക്ഷരവും അൾട്രയിലെ U എന്ന അക്ഷരവും എടുത്താണ് SU7 എന്ന പേര് കാറിന് തെരഞ്ഞെടുത്തത്. എന്തായാലും കഴിഞ്ഞ മാർച്ചിൽ ഈ കാർ ചൈനീസ് നിരത്തുകളിൽ ഇറങ്ങിയിരുന്നു. അവിടുത്തെ പെർഫോമൻസ് ഗംഭീരമായതോടെയാണ് ഇന്ത്യയിലേക്കും കാറിനെ ഇറക്കുമതി ചെയ്യാൻ ഷവോമി തീരുമാനിച്ചത്. ഇലക്ട്രോണിക് വാഹനങ്ങൾ നിർമ്മിക്കാനായി $10 ബില്യൺ ഷവോമി നിക്ഷേപം നടത്തിയിരിക്കുന്നത്. നിലവിൽ ചൈനയിൽ ഈ കാറിന് 70,000 ബുക്കിംഗുകളുണ്ട്. ഈ വർഷം അവസാനത്തോടെ ചൈനയിൽ 1,00,000 EVകൾ നിരത്തിൽ ഇറങ്ങുമെന്നാണ് ഷവോമിയുടെ കണക്ക്. ചൈനയിൽ $30,000 കാറിന്റെ വില. ഇന്ത്യൻ രൂപയിൽ ഏതാണ്ട് 25 ലക്ഷം രൂപ വരും. ടെസ്ല 3നോടാണ് ഷവോമിയുടെ SU7 താരതമ്യം ചെയ്യുന്നത്. എന്തായാലും ഇന്ത്യയിലേക്ക് കാറുമായുള്ള ഷവോമിയുടെ വരവ് കൃത്യസമയത്താണെന്നതും ശ്രദ്ധേയമാണ്. ചൈനയിൽ നിന്നുള്ള BYD, വിയറ്റ്നാമിൽ നിന്നുള്ള വിൻഫാസ്റ്റ് എന്നിവ ഇന്ത്യൻ ഇലക്ട്രിക് വാഹന വിപണിയിലേക്ക് വരാൻ എല്ലാം സെറ്റാക്കിയിരിക്കുന്ന സമയമാണിത്. അതിനിടയിലേക്കാണ് ഷവോമിയുടെ വരവ്. ഷവോമി എന്ന ബ്രാൻഡ് ഇന്ത്യക്കാർക്ക് സുപരിചിതമാണെന്നിരിക്കെ വരവ് അത്ര കണ്ട് മോശമാകില്ല. ഇനി SU7ന്റെ പ്രത്യേകതകൾ നോക്കാം. 4997 മില്ലിമീറ്ററാണ് കാറിന്റെ നീളം, 1963 മില്ലിമീറ്റർ വീതിയും 1455 മില്ലിമീറ്റർ ഉയരവും ഉണ്ടാകും. ആവശ്യത്തിന് സ്റ്റോറേജ് സ്പേസും ഉണ്ടാകും. 2 വേരിയന്റുകളിലാണ് ചൈനയിൽ കാർ ലഭിക്കുന്നത്. ഒറ്റത്തവണ ചാർജിംഗിൽ 668 കിലോമീറ്ററും മറ്റൊരു വേരിയന്റിൽ 800 കിലോമീറ്ററും സഞ്ചരിക്കും. 3 സെക്കൻഡ് കൊണ്ട് 100 കിലോമീറ്റർ വേഗം കൈവരിക്കാൻ കഴിയും. പരമാവധി 265 കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയും. ഷവോമി കൂടി ഇന്ത്യൻ വിപണിയിലേക്ക് എത്തുമ്പോൾ ഇന്ത്യയിലെ ഇലക്ട്രിക് വാഹന വിപണി കടുത്ത മത്സരത്തിലേക്ക് നീങ്ങും. അപ്പോൾ അതാണ് ടെക് ലോകത്തെ പുതിയ വാർത്ത. നമുക്ക് മറ്റൊരു വാർത്ത കൂടി നോക്കാം. ആഫ്രിക്കൻ വൻകരയിൽ നിന്ന് ഒരു ഭാഗം അടർന്നു മാറി ഇന്ത്യ ഫലകത്തോട് ചേരുമോ? ഭൗമശാസ്ത്രജ്ഞർ വളരെ കരുതലോടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയം. ആഫ്രിക്കൻ വൻകരയിൽ നിന്ന് എത്യോപ്യയുടെ ഒരു ഭാഗം, കെനിയ, ടാൻസ് എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഫലകമാണ് ഇന്ത്യൻ ഫലകത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നത്. വിശദമായി പറഞ്ഞു തരും നിങ്ങൾക്കറിയാമോയിൽ സന്ദീപ് ശശികുമാർ ഈസ്റ്റ് ആഫ്രിക്കൻ റിഫ്റ്റ് റാലിയെ കുറിച്ച്. നിങ്ങൾക്കറിയാമോ, ആഫ്രിക്കയിൽ നിന്നും സൊമാലിയ ഉൾപ്പെടെയുള്ള പ്രദേശം അടർന്നു മാറി ഇന്ത്യൻ തീരത്തേക്ക് ചേർന്നേക്കുമെന്ന്? ഹിമാലയം പോലൊരു മഹാശൈലം ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ തീരത്ത് തല ഉയർത്തിയേക്കുമെന്ന്. എന്ത് മണ്ടത്തരമെന്നല്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്? എന്നാൽ അങ്ങനെ കരുതാൻ വരട്ടെ. അതിനു മുമ്പ് നമുക്ക് ആഫ്രിക്കയിലേക്കൊന്ന് പോയി വരാം. ഇത് കെനിയയിലെ തിരക്കേറിയ ഹൈവേകളിലൊന്നായ മായ് മാഹിയു നരോക് പാത. കെനിയയുടെ തെക്കു പടിഞ്ഞാറൻ മേഖലയിലൂടെ കടന്നുപോകുന്ന ഈ ഹൈവേയുടെ കുറുകെ 2018 മധ്യത്തോടെ ഒരു വിള്ളൽ രൂപപ്പെട്ടു. വളരെ ചെറിയ വിള്ളലൊന്നുമല്ല, അത്യാവശ്യം വലിപ്പമുള്ള ഒരു വിള്ളൽ തന്നെ. അത് ഒരു ദിവസം കൊണ്ട് സംഭവിച്ചതുമല്ല. ക്രമാനുഗതമായി വികസിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിള്ളലിനെക്കുറിച്ച് ഭൗമശാസ്ത്രജ്ഞർ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. അതെ, ആഫ്രിക്കൻ ഭൂഖണ്ഡം രണ്ടായി മുറിഞ്ഞു മാറുകയാണ്. മുറിഞ്ഞുമാറുന്ന സോമാലിയൻ ഫലകം ഒഴുകി നീങ്ങി ഇന്ത്യൻ ഫലകവുമായി കൂടിച്ചേരും. ഈ പ്രക്രിയ ആരംഭിച്ചിട്ട് തന്നെ ലക്ഷക്കണക്കിന് വർഷങ്ങളായത്രേ. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. എന്തുകൊണ്ടാണ് സോമാലിയൻ ഫലകം ആഫ്രിക്കൻ വൻകരയിൽ നിന്നും അടർന്നു മാറി ഇന്ത്യൻ ഫലകത്തോട് ചേരാൻ തിടുക്കം കാട്ടുന്നത്? ആഫ്രിക്കയുടെ കൊമ്പ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സൊമാലിയ, എത്യോപ്യയുടെ ഭാഗം, കെനിയ, ടാൻസാനിയ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശമാണ് പുതിയ ഭൂഖണ്ഡമായി മാറുന്നത്.
വർഷങ്ങൾക്കകം ആഫ്രിക്കയ്ക്കും കൊമ്പിനുമിടയിൽ രൂപം കൊള്ളുന്ന ഈ വിടവിലേക്ക് ഇന്ത്യൻ മഹാസമുദ്രം ഇരമ്പിയെത്തും. അങ്ങനെ പുതിയൊരു സമുദ്രവും വൻകരയും ജന്മം കൊള്ളും. 1 കോടി വർഷമെന്ന ദീർഘസമയമെടുത്തായിരിക്കും ആഫ്രിക്കൻ ഭൂഖണ്ഡം പിളരുന്ന പ്രതിഭാസം പൂർണ്ണമാവുക. പുതിയ വൻകര ഇന്ത്യൻ മണ്ണിലേക്ക് ഇടിച്ചു കയറാൻ പിന്നെയും വർഷങ്ങളെടുക്കും. ആഫ്രിക്കയോട് എന്തെങ്കിലും പിണക്കമുണ്ടായിട്ടോ അല്ലെങ്കിൽ കേരളത്തെക്കുറിച്ച് മുൻപ് നമ്മുടെ നേതാവ് സോമാലിയയോട് ഉപമിച്ച് പറഞ്ഞതുകൊണ്ടോ ഒന്നുമല്ല കേട്ടോ. ഇന്ന് നാം കാണുന്ന സമുദ്രങ്ങളും വൻകരകളും എല്ലാം ലക്ഷക്കണക്കിന് വർഷങ്ങളായി വേർപെട്ടും ഒത്തുചേർന്നും കൂട്ടിയിടിച്ചുമെല്ലാം രൂപപ്പെട്ടതാണ്. മാറ്റമില്ലാത്തതായി ഒന്നു മാത്രം, അതാണ് മാറ്റം എന്ന് മാർക്സ് പറഞ്ഞതുപോലെ നമ്മുടെ ഭൂമിയുടെ കാര്യത്തിൽ അക്ഷരം പ്രതി ശരിയാണ് അക്കാര്യം. നമ്മുടെ ഭൂമിയുടെ അകത്തുള്ള ഫലകങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. പുതിയ സമുദ്രങ്ങളും വൻകരകളും മഹാമേരുക്കളും ഒക്കെയായി ജന്മമെടുക്കാനുള്ള മാറ്റം. ഇത്തരം ശക്തിയേറിയ പ്രതിഭാസങ്ങളുടെ പ്രഭവ കേന്ദ്രം ഭൂമിക്കടിയിലായതിനാൽ തന്നെ ഈ പ്രതിഭാസത്തെ തടയാൻ നിലവിലെ നമ്മുടെ സാങ്കേതിക വിദ്യകൾ ഒന്നും കൊണ്ട് മനുഷ്യന് സാധിക്കുകയുമില്ല. കെനിയയിലുണ്ടായ വിള്ളൽ അനുദിനം വലുതായിക്കൊണ്ടേയിരിക്കുകയാണ്. കെനിയയിലെ ഏറ്റവും വലിയ പാതയായ നെയ്റോബി നാക്രോക്ക് ദേശീയപാതയെ ഈ വിള്ളൽ 2ആയി മുറിച്ചു കളഞ്ഞു. മേൽത്തട്ടിലെ മണ്ണിടിഞ്ഞ് താഴ്ന്നതാണ് ഈ നീണ്ട ഗർത്തം രൂപപ്പെട്ടത്. ഇതിന് കാരണമായി ഗവേഷകർ പറയുന്നത് അടിഭാഗത്തെ മണ്ണിന് സ്ഥാനചലനം സംഭവിച്ചു എന്നതാണ്. ഇതിലേക്ക് നയിച്ചതാകട്ടെ ഭൂമിയുടെ പ്ലേറ്റുകളുടെ സ്ഥാനചലനവും. ഭൂമിയിലെ വൻകരകളും സമുദ്രവും എല്ലാം അടങ്ങുന്ന മേൽത്തട്ട് അഥവാ ലിത്തോസ്ഫിയർ സ്ഥിതി ചെയ്യുന്നത് വിവിധ പ്ലേറ്റുകൾക്ക് മുകളിലാണ് എന്ന് നമുക്കറിയാമല്ലോ. പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ അത് പഠിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ വലിയൊരു ഭാഗവും സ്ഥിതി ചെയ്യുന്നത് ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റിലാണ്. വടക്കൻ മേഖലയിലെ ചില പ്രദേശങ്ങൾ യുറേഷ്യൻ പ്ലേറ്റിലും. ഈ 2 പ്ലേറ്റുകളും എപ്പോഴും നിരന്തരം ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. യുറേഷ്യൻ പ്ലേറ്റിലേക്ക് ഇൻഡോ ഓസ്ട്രേലിയൻ ഇടിച്ചു കയറുകയാണ്. ഈ പ്ലേറ്റുകൾ തമ്മിലുള്ള കൂട്ടിയിടിയുടെ ഭാഗമായി ഉണ്ടായ പർവ്വതമാണ് ഹിമാലയം. ഈ പ്ലേറ്റുകൾ തമ്മിലുള്ള ഉരസൽ ഇപ്പോഴും തുടരുന്നതിനാലാണ് ഹിമാലയത്തിൻ്റെ ഉയരം ഇപ്പോഴും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഹിമാലയൻ മേഖല അതീവ ഭൂകമ്പ സാധ്യതാ പ്രദേശമായി തുടരുന്നതിന് പിന്നിലും ഈ പ്ലേറ്റുകൾ തമ്മിലുള്ള സംഘർഷം തന്നെയാണ് കാരണം. ഏതാണ്ട് ഇന്ത്യയിൽ നടക്കുന്നതിന് സമാനമായ പ്രതിഭാസമാണ് ആഫ്രിക്കയിൽ സംഭവിക്കുന്നത്. പക്ഷേ ഒരു വലിയ വ്യത്യാസമുണ്ട്. ഇവിടെ ആഫ്രിക്കൻ പ്ലേറ്റ് മറ്റൊരു പ്ലേറ്റുമായി ഉരസുകയല്ല ചെയ്യുന്നത്, മറിച്ച് ആഫ്രിക്കൻ പ്ലേറ്റ് തന്നെ 2ആയി പിളരുകയാണ്. ആഫ്രിക്കൻ പ്ലേറ്റിനും ഇന്ത്യൻ പ്ലേറ്റിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ഈസ്റ്റ് ആഫ്രിക്കൻ റിഫ്റ്റ് വാലി എന്ന് പറയുന്ന സ്ഥലം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ആഫ്രിക്കയുടെ പിളർപ്പിൻ്റെ ആരംഭവും ഇവിടെ നിന്നാണ്. 2 പ്ലേറ്റുകൾക്കിടയിൽ കിടക്കുന്ന ഭൂമിശാസ്ത്ര രൂപീകരണമായ കിഴക്കൻ ആഫ്രിക്കൻ റിഫ്റ്റ് വാലി സിംബാബ്വെ മുതൽ ഏദൻ ഉൾക്കടൽ വരെ 3000 കിലോമീറ്ററിലധികം നീണ്ടുകിടക്കുന്നു. ഇന്ത്യൻ പ്ലേറ്റും ആഫ്രിക്കൻ പ്ലേറ്റും തമ്മിലുള്ള ഉരസൽ സൃഷ്ടിച്ച ശക്തിയാണ് ഈസ്റ്റ് ആഫ്രിക്കൻ റിഫ്റ്റ് വാലി രൂപപ്പെട്ടത്. ക്രമേണ ഈ പിളർപ്പിൻ്റെ താഴ്വര പുതിയൊരു പ്ലേറ്റിൻ്റെ രൂപം കൊള്ളലിന് കാരണമാവുകയായിരുന്നു. ഈസ്റ്റ് ആഫ്രിക്കൻ റിഫ്റ്റ് വാലിയിലെ പിളർപ്പ് പൂർണ്ണമാകുന്നതോടെ ആഫ്രിക്കൻ പ്ലേറ്റ് 2ആയി പിളർന്നു മാറും. കിഴക്ക് സോമാലി പ്ലേറ്റും പടിഞ്ഞാറ് നൂബിയാൻ പ്ലേറ്റും. നൂബിയാൻ പ്ലേറ്റ്, സൊമാലിയൻ പ്ലേറ്റ്, അറേബ്യൻ പ്ലേറ്റ് എന്നിവ കൂടിച്ചേരുന്ന പ്രദേശത്ത് വൈ ആകൃതിയിലുള്ള ഒരു കവല ചിത്രീകരിക്കപ്പെടുന്നു. ഈ പ്രദേശത്തെ അഫാർ ട്രിപ്പിൾ ജംഗ്ഷൻ എന്നാണ് വിളിക്കുന്നത്. അഫാർ ട്രിപ്പിൾ ജംഗ്ഷനിലാണ് 3 ടെക്ടോണിക് പ്ലേറ്റുകൾ പിളരുന്നത്. ഇതിൽ സൊമാലിയൻ പ്ലേറ്റാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് അകന്നുപോയി സ്വതന്ത്രമാകാൻ പോകുന്നത്. ഈ വൻകര പിന്നീട് ഇന്ത്യൻ പ്ലേറ്റിലേക്ക് ഇടിച്ചു കയറി ഒന്നാകും. മുകളിൽ പറഞ്ഞതുപോലെ ഭൂമിയുടെ മേൽത്തട്ട് മുഴുവൻ ചെറുതും വലുതുമായി നിരവധി പ്ലേറ്റുകളാൽ നിറഞ്ഞതാണ്. ഇവ നീങ്ങിക്കൊണ്ടിരിക്കുകയും പരസ്പരം ഉരസുകയും അകലുകയും ഒക്കെ ചെയ്യും. വൻ പ്ലേറ്റുകൾ തമ്മിലുള്ള ഇത്തരം ഉരസലിൻ്റെ ശക്തിയാൽ പലപ്പോഴും ചെറിയ പ്ലേറ്റുകൾ പുതുതായി രൂപപ്പെടാൻ കാരണമാകാറുണ്ട്. എന്നാൽ ഈ ഉരസൽ മാത്രമല്ല, മേൽത്തട്ടിന് അടിയിൽ നിന്നുള്ള ശക്തിയുടെ സഹായം കൂടി ഉണ്ടെങ്കിലേ ഈ പിളർപ്പ് സാധ്യമാകൂ. ഈ ശക്തി ഈസ്റ്റ് ആഫ്രിക്കൻ റിഫ്റ്റ് വാലിയിൽ ഇപ്പോൾ സജീവമാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പ്ലേറ്റുകൾ ചലിക്കുന്നത് എന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നില്ലേ? അതിനും ഗവേഷകരുടെ പക്കൽ ഉത്തരമുണ്ട്. അഗ്നിപർവ്വതത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ലാവയ്ക്ക് സമാനമായ ദ്രാവകമാണ് പ്ലേറ്റുകൾക്ക് അടിയിലുള്ളതെന്നാണ് ഗവേഷകർ വിശദീകരിക്കുന്നത്. ഈ ലാവയ്ക്ക് മുകളിലൂടെയാണ് പ്ലേറ്റുകൾ ഒഴുകി നടക്കുന്നത്. ലാവയുടെ സമ്മർദ്ദത്തിനനുസരിച്ചാണ് പ്ലേറ്റുകൾ അകലുന്നതും കൂട്ടിമുട്ടുന്നതുമെല്ലാം. ഈ ലാവയുടെ സമ്മർദ്ദമാണ് ഗ്രേറ്റ് ആഫ്രിക്കൻ റിഫ്റ്റ് വാലിയിലും പിളർപ്പ് സൃഷ്ടിക്കുന്നതും ആഫ്രിക്കയെ 2ആയി പിളർത്താൻ ഒരുങ്ങുന്നതും. ഈ പിളർപ്പ് പൂർത്തിയാകാൻ ഇനിയും 10 ദശലക്ഷം വർഷം അഥവാ 1 കോടി വർഷമെടുക്കുമെന്നാണ് ഗവേഷകർ കണക്ക് കൂട്ടുന്നത്. പക്ഷേ പിളർപ്പ് ദൃശ്യമായ പ്രദേശങ്ങളിലെ ജനങ്ങൾ സുരക്ഷിത പ്രദേശങ്ങളിലേക്ക് മാറി താമസിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആഫ്രിക്കൻ വൻകരയുടെ വിഭജനം ആ ഭൂഖണ്ഡത്തിലെ രാജ്യങ്ങളുടെ രാഷ്ട്രീയ ഭൂമിശാസ്ത്ര അതിരുകളെ മാറ്റിവരയ്ക്കും. ആഫ്രിക്ക 2 ഉപഭൂഖണ്ഡങ്ങളായി വിഭജിക്കുമ്പോൾ റുവാണ്ട, ബുറൂണ്ടി, മലാവി, ഉഗാണ്ട, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, സാംബിയ തുടങ്ങിയ ഭൂപ്രദേശങ്ങൾക്ക് തീരപ്രദേശം ലഭിക്കും. നിലവിൽ കടൽത്തീരമില്ലാത്തവയാണ് ഈ രാജ്യങ്ങൾ എന്ന് ഓർക്കണം. 6 രാജ്യങ്ങളെ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന തുറമുഖങ്ങൾ നിർമ്മിക്കാൻ ഇത് സഹായിക്കും. കൂടാതെ സോമാലിയ, എറിത്രിയ, ജിബൂട്ടി, കെനിയ,
ടാൻസാനിയ, മൊസാംബിക്, കിഴക്കൻ ആഫ്രിക്കൻ റിഫ്റ്റ് വാലി അവസാനിക്കുന്ന എത്യോപ്യയുടെ കിഴക്കൻ ഭാഗങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ചെറിയ ഭാഗം ഒഴുകിപ്പോകാം. ശേഷിക്കുന്ന വലിയ നൂബിയൻ പ്ലേറ്റ് കടൽ ഗതാഗതത്തിന് പരമ്പരാഗതമായി അയൽക്കാരെ ആശ്രയിക്കുന്ന നിരവധി തെക്ക് കിഴക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങൾക്കായി ഒരു തീരപ്രദേശം സൃഷ്ടിക്കുമെന്നും കണക്കാക്കപ്പെടുന്നു. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ വിഭജനത്തോടെ ഈ പ്രക്രിയ അവസാനിക്കുകയല്ല, മറിച്ച് അതൊരു തുടക്കമാണ്. ആരംഭത്തിലേക്കുള്ള തിരികെ യാത്രയുടെ തുടക്കമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഭൂമിയുടെ ആദ്യകാലത്ത് പാൻജിയ എന്ന ഒരൊറ്റ ഭൂഖണ്ഡം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് നമുക്ക് അറിയാമല്ലോ. ഇന്ന് കാണുന്ന വൻകരകളെല്ലാം ആ ഭൂഖണ്ഡത്തിൽ നിന്നും അടർന്നു മാറിയവയാണ്. നിലവിൽ ഈ ഭൂമിയിൽ പ്രധാനമായും 9 പാളികളാണത്രേ ഉള്ളത്. വടക്കേ അമേരിക്ക, പസഫിക്, യുറേഷ്യൻ, ആഫ്രിക്കൻ, ഇൻഡോ ഓസ്ട്രേലിയൻ, ഓസ്ട്രേലിയൻ, ഇന്ത്യൻ, ദക്ഷിണ അമേരിക്കൻ, അന്റാർട്ടിക് എന്നിങ്ങനെയാണ് പാളികൾക്ക് പേരിട്ടിരിക്കുന്നത്. എന്നാൽ ആദ്യകാലത്തെ പാൻജിയ എന്ന ഒരൊറ്റ ഭൂഖണ്ഡം പോലെ വീണ്ടും വൻകരകളെല്ലാം ഒന്നു ചേരുമെന്നാണ് ഗവേഷകർ പറയുന്നത്. ഇങ്ങനെ ഭാവിയിൽ എപ്പോഴോ നടക്കാനിരിക്കുന്ന ആ കൂടിച്ചേരലിൻ്റെ ആദ്യ പടിയാണ് ആഫ്രിക്കൻ വൻകരയുടെ ഈ പിളർപ്പ്. കിഴക്കൻ ആഫ്രിക്കൻ വിള്ളലിൻ്റെ ഫലമായി ആഫ്രിക്കയുടെ വിഭജനമുണ്ടാകുമെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. ആരാലും അതിനെ തടയാനും സാധിക്കില്ല. ഇതോടെ അറേബ്യൻ ഫലകത്തെ യൂറോപ്യൻ ഫലകത്തിലേക്ക് തള്ളിവിടും. ഇതോടെ ഹിമാലയം രൂപപ്പെടാൻ ഇടയായ സമാന സാഹചര്യം ഇവിടെ സംജാതമാകും. അതെ, ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തോട് ചേർന്നോ സമുദ്രത്തിലോ ഒരു മഹാപർവ്വതം ഉയർന്നു വരാം. പക്ഷേ അതൊന്നും കാണാൻ നമ്മൾ ആരും ഈ ഭൂമിയിൽ ഉണ്ടാകില്ല എന്ന് മാത്രം. ഒരുപക്ഷെ ഹോമോസാപ്പിയൻസ് പോലും ഉണ്ടാകില്ല. പരിണാമങ്ങളിലൂടെ മനുഷ്യവർഗം അപ്പോഴേക്കും മറ്റെന്തൊക്കെയോ ആയി മാറിയിരിക്കും. അന്ന് ഈ വീഡിയോ യൂട്യൂബിലുണ്ടെങ്കിൽ അക്കാലത്തെ തലമുറ പറയും, നമ്മുടെ പൂർവികർ ഇതൊക്കെ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നുവെന്ന്. അപ്പോൾ നമ്മൾ ഒരുപാട് വാർത്തകളും വിശേഷങ്ങളും ഒക്കെ നോക്കി. അപ്പോൾ കൂടുതൽ വാർത്തകൾക്കായി പ്രേക്ഷകർ ന്യൂസ് 18 തന്നെ തുടരുക. എന്തായാലും മോർണിംഗ് വൈബ്സിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഒരിക്കൽ കൂടി. അപ്പോൾ നമസ്കാരം. ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്.